നാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നു, ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റു പാറ്റുന്ന പതിർ പോലെ അത്രേ. പതിരിനെ പാറ്റണമെങ്കിൽ എത്ര കാറ്റ് വേണം? കൊടുങ്കാറ്റ് വേണോ? വേണ്ട, കൊടുങ്കാറ്റ് വേണം. നമുക്കറിയാം, സാധാരണ കൊയ്ത്ത് കഴിയുമ്പോൾ അല്പം കാറ്റ് മതി. ഈ കൊയ്ത്ത് കഴിയുമ്പോൾ ഇപ്പോൾ മെഷീനൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, അല്പം കാറ്റുള്ളപ്പോൾ മൊത്തം മണികളെടുത്ത് താഴേക്ക് പതിയിടും. അല്പം കാറ്റ് മതി, ആ പതിരങ്ങ് പറന്നു പോകും. കതിര്, നല്ല മണികൾ നേരെ താഴേക്ക് വരും. കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. എംപ്റ്റിനെസ്, അകത്തൊന്നുമില്ല. അകത്തൊന്നുമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അകത്തൊന്നുമില്ലെങ്കിൽ പറന്നു പോകും. ഇന്നത്തെ പ്രശ്നം, പറന്നു പോകുന്നു എന്നുള്ളത് ശരി. ഈ പറന്നു പോയിട്ട് കുറ്റം പറയുന്ന ആരെയാ? പറന്നു പോയിട്ട് കുറ്റം പറയുന്ന ആരെയാ? കാറ്റിനെയാ. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം മതി, പറന്നു പോകും. പിന്നെ കുറ്റം പറയുന്ന വല്ലവരെയാ. നീ പറന്നു പോയത് എന്തുകൊണ്ടാ? നിന്റെ അകത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാ. നീ പറന്നു പോയത് നിന്റെ അകത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാ. അകത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറന്നു പോകുകയില്ല. അതാ ലക്ഷണം, കതിരിന്റെ ലക്ഷണം അതാ. ഒരു ചെറിയ പ്രശ്നം മതി, കർത്തൃമേശ ഇല്ല, പിന്നെ മുടക്കിയിരിക്കുക, പിന്നെ സഭയെ വരത്തില്ല, പിന്നെ കൈ കൊടുക്കുകയില്ല, പിന്നെ ഒന്നുമില്ല, പിന്നെ പണിമുടക്ക. പ്രശ്നം എവിടെയാ? കർത്താവ് പറഞ്ഞു, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികെ വീണു, പിന്നെ മുള്ളിനിടയിൽ വീണു, പാറസ്ഥലത്ത് വീണു, നല്ല നിലത്ത് വീണു. പാറസ്ഥലത്ത് വീണത് മുളച്ചു വന്നു, ക്ഷണത്തിൽ മുളച്ചു വന്നു എന്ന് വായിക്കുന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. അപ്പൊ ഇവര് പറയും, സഹോദര, ഞങ്ങളിങ്ങനെ പൊങ്ങി വരികയായിരുന്നു, അന്നേരത്താണ് ആ ഒരു വെയിൽ വന്നത്. ഞങ്ങളിങ്ങനെ പൊങ്ങി വരുമായിരുന്നു, അന്നേരത്താണ് ആ വെയിൽ വന്നത്. അതോടുകൂടി തീർന്നു, ഗ്യാസ് പോയി. ഈ നല്ല നിലത്ത് വീണവരും പറയും, സഹോദര, ഞങ്ങൾ പൊങ്ങി വരുമായിരുന്നു, അന്നേരത്തിനാണ് ദൈവം ഒരു വെയിൽ തന്നത്. ആ വെയിൽ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പം വ്യത്യാസം എവിടെയാ? നീ ഉണങ്ങിയത് എന്തുകൊണ്ടാ? നിനക്ക് വേരില്ലാഞ്ഞോണ്ടാ ഉണങ്ങിയത്. നീ ഉണങ്ങിയത് വേരില്ലാഞ്ഞോണ്ടാ. നീ ഉണങ്ങുന്നത് വേരില്ലാത്തതുകൊണ്ടാ. നീ പറക്കുന്നത് അകത്തൊന്നും ഇല്ലാത്തത് കൊണ്ടാ. നീ പറക്കുന്നത് അകത്തൊന്നും ഇല്ലാത്തത് കൊണ്ടാ. ക്ഷാമം, ആത്മീക ക്ഷാമം, വൈരൂപ്യം, വിരൂപത, മുഖത്ത് നോക്കി അറിയാം. നമ്മുടെ കൂടിവരവുകളിൽ ഈ വിരൂപത എത്രമാത്രം ദൃശ്യമാകുന്നു. നമ്മുടെ കൂടിവരവുകളിൽ വിരൂപത. നാം മോശയെക്കുറിച്ച് വായിക്കുന്നത്, മോശ ജനിച്ചപ്പോൾ അവൻ ദിവ്യസുന്ദരനായിരുന്നു. മോശ ജനിച്ചപ്പോൾ അവൻ ദിവ്യസുന്ദരനായിരുന്നു. ദൈവത്തിന്റെ സൗന്ദര്യം ആ മോശക്കുഞ്ഞിലുണ്ടായിരുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സുന്ദരനായിരുന്നു. അഥവാ ദൈവിക സൗന്ദര്യമുണ്ടായിരുന്ന ഒരു കുഞ്ഞായിരുന്നു മോശ. എല്ലാ കുഞ്ഞുങ്ങളും സുന്ദരന്മാരാ? എല്ലാ കുഞ്ഞുങ്ങളും സുന്ദരന്മാരാ. ഏത് കൊച്ചുകുട്ടിയെ എടുത്താലും സുന്ദരനാ. പക്ഷേ മോശ ദിവ്യസുന്ദരനായിരുന്നു. ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ ചില സ്വഭാവ വൈശിഷ്ട്യങ്ങൾ മോശയിൽ പ്രകടമായിരുന്നു. മോശയെ പോലെ സൗമ്യതയുള്ളവരാരും ഉണ്ടായിരുന്നില്ല, ഭൂതലത്തിലെങ്ങും ഉണ്ടായിരുന്നില്ല. അതാ സൗന്ദര്യം. ആ സൗമ്യത സൗന്ദര്യമാ. അതില്ല. ക്ഷാമം, മുകളിൽ നിന്നും ഒന്നും കിട്ടാത്ത അവസ്ഥ, ക്ഷാമം. കൂടി വരുമ്പോൾ ക്ഷാമം. കൂടിവരവിൽ ക്ഷാമം എവിടെ മുതലാണ് കാണാൻ തുടങ്ങുന്നത്? കൂടിവരവിൽ ക്ഷാമം എവിടെ മുതലാണ് കാണാൻ തുടങ്ങുന്നത്?
വരുന്ന സമയം മുതൽ ക്ഷാമം. ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ആരും എന്നോട് കോപിക്കരുത്, ഉള്ള കാര്യമാണ്. ക്ഷാമം. ഞായറാഴ്ച രാവിലെ വന്നാൽ ചിലർ ആരാധനയ്ക്കായിട്ട് വായ തുറക്കും. ക്ഷാമം. 15 വർഷമായിട്ട് പറയുന്ന കാര്യങ്ങൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. വാ തുറക്കുമ്പോഴേ അറിയാം എന്നാ വരാൻ പോകുന്നെന്ന്. വാ തുറക്കുമ്പോഴേ അറിയാം എന്നാ വരാൻ പോകുന്നെന്ന്. 15 വർഷമായിട്ട് അത് തന്നെയാ. വീട്ടു പ്രാർത്ഥനയ്ക്ക് ഇരുന്നാലോ സ്ഥിരം പങ്ക്തികൾ, സ്ഥിരം പല്ലവികൾ, ആവർത്തിച്ച് ഒരേ കാര്യങ്ങൾ. എന്തുകൊണ്ടാ? പുതുതായിട്ടൊന്നും ഇല്ല. ക്ഷാമം. ഉണക്ക്, വരൾച്ച, പുതുതായിട്ട് ഉയരത്തിൽ നിന്നും ഒന്നും പ്രാപിക്കാത്ത അവസ്ഥ, ക്ഷാമം. ചില ആളുകൾ പതിവായിട്ട് അരമണിക്കൂർ ലേറ്റായിട്ടാണ് വരുന്നത്. പതിവായിട്ട്. അത് ഈ വർഷത്തിലൊരിക്കൽ അവിചാരിതമായിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടായി സംഭവിക്കുന്നതല്ല. അവരുടെ പതിവത. അവർക്ക് 10 മണിക്ക് ആരാധനയാണെങ്കിൽ 10:30 വന്നാലേ സുഖിക്കൂ. ക്ഷാമം. ചില സഹോദരന്മാർ സ്തോത്രം ചെയ്യാൻ വായ തുറന്നാൽ അടുത്തിരിക്കുന്ന ആൾക്ക് പോലും കേൾക്കാൻ പറ്റത്തില്ല. ക്ഷാമം. എന്തിനാ പറയുന്നെന്നോ എന്താ പറയുന്നെന്നോ ആർക്കും അറിയില്ല. ക്ഷാമം. ഈ ക്ഷാമം വളരെയധികം പ്രകടമായിരുന്ന ഒരു സ്ഥലസഭയായിരുന്നു കൊരിന്ത് സഭ. വളരെയധികം പ്രകടമായിരുന്നു ഒരു കൊരിന്ത് സഭ. പ്രത്യേകിച്ച് വിശുദ്ധന്മാരുടെ കൂടിവരവിൽ ഈ ക്ഷാമം വളരെയധികം പ്രകടമായിരുന്നു. ഒരു ക്രമമില്ലാത്ത പരിപാടികൾ, തോന്നിയവർക്ക് തോന്നിയതുപോലെ ചെയ്യുന്ന പരിപാടികൾ. പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് സകലവും ഉചിതമായും ക്രമമായിട്ടും നടക്കണം. കാരണം നമ്മുടെ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, നമ്മുടെ ദൈവം ക്രമത്തിന്റെ ദൈവമാണ്. അവൻ ക്രമത്തിന്റെ ദൈവമാണ്. അവൻ ദൈവസഭയിൽ ക്രമം ആഗ്രഹിക്കുന്നു. കടന്നു വരുന്നതിനൊരു ക്രമം വേണം. സമയത്തിന് വരാൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞത് നാം കേട്ട ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഈ ക്ഷാമത്തിന്റെ മറ്റൊരു പ്രതലം, ആ ക്ഷാമം പ്രകടമാകുന്ന പ്രതലങ്ങൾ വീക്ഷിക്കുക. ഇതെല്ലാം പ്രകടമാക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ ക്ഷാമമാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള ഉണക്ക, വരൾച്ച, ഒന്നും ഉയരത്തിൽ നിന്നും പ്രാപിക്കാൻ സാധിക്കാതിരിക്കുന്ന അവസ്ഥ. വിരൂപം, വൈരൂപ്യം. ദൈവം നോക്കുമ്പം സൗന്ദര്യം ഒന്നും കാണാനില്ല, ക്രിസ്തുവിനെ കാണാനേയില്ല. അതൊരു വ്യക്തിക്ക് സംഭവിക്കാം, ഒരു മൊത്തം സഭയ്ക്കും സംഭവിക്കാം. അത് സംഭവിക്കാം എന്നുള്ളതിന്റെ തെളിവുകൾ നമുക്ക് പുതിയ നിയമത്തിലുണ്ട്. സർദീസിലെ സഭയ്ക്ക് എഴുതുക, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ക്ഷാമം. ക്രമമായി എല്ലാ കാര്യങ്ങളും സഭയിൽ നടക്കുന്നുണ്ട്, പക്ഷേ ക്ഷാമം. ഒന്നുമില്ല, ഫ്രഷ്നെസ് ഇല്ല. കർത്തൃമേശയുടെ അപ്പം പാത്രം കയ്യിൽ വരുമ്പോൾ ക്ഷാമം. ഒരു ഫ്രഷ്നെസ് ഇല്ല. പതിവായി ചെയ്ത് അതങ്ങ് ശീലമായി പോയി. ഒരു ഫ്രഷ്നെസ് തോന്നുന്നില്ല. അത് ക്ഷാമമാണ്. സ്തോത്രകാഴ്ചയുടെ സഞ്ചി വരുമ്പോൾ ക്ഷാമം. കൊടുക്കുന്നുണ്ട്, പക്ഷേ ക്ഷാമം. ഹൃദയം എക്സസൈസ്, ഹൃദയം അനങ്ങുന്നില്ല, ഹൃദയം ചലിക്കുന്നില്ല. ക്ഷാമം. സഹോദരന് കൈ കൊടുക്കുമ്പോൾ ആ ക്ഷാമം
എല്ലാ തലങ്ങളിലും ഈ ക്ഷാമം പ്രകടമാ, എല്ലാ തലങ്ങളിലും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നു. ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച് ചിലർ പറയുന്ന ഭഗവാൻ ഭരോസ എന്നാണ്. എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ അതിശയം. ഇന്ത്യൻ റെയിൽവേ എങ്ങനെ ബോംബെയിലോട്ടൊക്കെ വന്ന് നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ട്രെയിൻ പറന്നു കിടക്കുക. എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ അതൊരു അതിശയമാണ്. എന്ന് പറയുന്ന പോലെ നമ്മുടെ സഭകൾ ഇങ്ങനെ പോവുക. ആത്മിക ക്ഷാമം. നമുക്കിന്ന് വന്ന് ഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ബലഹീനത, പരാജയം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിക്കവാറും വിശ്വാസികളെന്ന് പറയപ്പെടുന്നവരുടെ ജീവിതത്തിൽ കർത്താവുമായി വ്യക്തിപരമായി ചെലവഴിക്കുന്ന സമയം ഇല്ല എന്നുള്ളത്. വ്യക്തിപരമായി കർത്താവുമായി ചെലവഴിക്കുന്ന സമയം ഇല്ല. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഒന്നുകിൽ അവൻ രക്ഷിക്കപ്പെട്ടവനല്ല. രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന്റെ എന്തെങ്കിലും സിംറ്റം കണ്ടേ മതിയാവൂ. എന്തെങ്കിലും ലക്ഷണം അത് കാണണം. അത് കാണാതിരിക്കാൻ, പ്രിയ സഹോദരൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ, അത് കാണാതിരിക്കാൻ കാരണങ്ങളുണ്ട്. രക്ഷയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് റിപ്പന്റൻസ്, മാനസാന്തരം. 2 ഫെയ്ത്ത്, വിശ്വാസം. മാനസാന്തരം, വിശ്വാസം. ഇത് ഒന്നുകൂടാതെയുള്ള മറ്റൊന്ന് പ്രയോജനരഹിതമാണ്. മാനസാന്തരം ഇല്ലാത്ത വിശ്വാസം, വിശ്വാസമില്ലാത്ത മാനസാന്തരം. ജീവിതത്തിൽ വ്യത്യാസം വരികയില്ല. അപ്പോൾ ഒന്നുകിൽ സിംറ്റംസ് കാണാത്തത്, ജീവന്റെ തുടിപ്പുകൾ, ജീവന്റെ ലക്ഷണങ്ങൾ ജീവിതത്തിൽ കാണാത്തത് ഒന്നുകിൽ രക്ഷിക്കപ്പെട്ടവനല്ല, അതുകൊണ്ടാണ്. അല്ല എങ്കിൽ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ട സമയം മുതൽ അവൻ വീണ്ടും ആ ജഡത്തിന്റെ ശക്തിയിൽ, പ്രവണതകളിൽ മുഴുകി ജീവിക്കുന്നവനാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കഥാപാത്രം ശിമോൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാം വായിക്കുന്നു. ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു. ശിമോൻ എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ ആഭിചാരം ചെയ്യുന്നവനായിരുന്നു. അനേകരെ ഭ്രമിപ്പിച്ച് തന്നിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ശിമോൻ താനും വിശ്വസിച്ചു, സ്നാനപ്പെട്ടു, ഫിലിപ്പോസിനോട് ചേർന്നു. ശിമോൻ താനും വിശ്വസിച്ചു, സ്നാനപ്പെട്ടു, ഫിലിപ്പോസിനോട് ചേർന്നു. പക്ഷേ തൊട്ടടുത്ത ഭാഗത്ത് നാം ഈ ശിമോനെ കുറിച്ച് വായിക്കുന്നത്, പത്രോസ് പറയുകയാണ്, നിന്റെ ഹൃദയം കൈപ്പുള്ള കെണിയിലകപ്പെട്ടിരിക്കുന്നു. നിന്റെ ധനം നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ. ഇവൻ ധനം കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആരുടെയെങ്കിലും മേൽ കൈവച്ചാൽ അവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്കവണ്ണം ഈ ദാനത്തെ എനിക്കും തരേണമേ. പത്രോസ് പറഞ്ഞു, നിന്റെ ലക്ഷ്യം എന്താ? നിന്റെ ലക്ഷ്യം തെറ്റാ. പകയാ നിന്റെ കയ്യിൽ, നിന്റെ ഉള്ളിൽ, നിന്റെ ഹൃദയത്തിൽ പകയാ. നീ പകയുടെ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നു. വിശ്വാസം ഇപ്പം രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ, ഫ്രഷാ. പക്ഷെ അകത്തെന്താ? രക്ഷിക്കപ്പെട്ടവനാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആൾ തന്നെയാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട ആ സമയം മുതൽ വാസ്തവത്തിൽ ദൈവ ആത്മാവിന്റെ നടത്തിപ്പോ നിറവോ അനുഭവിക്കാൻ സാധിക്കാതിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം പറയുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് വേദപുസ്തകത്തിലൊന്നും എഴുതിയിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം പറയുന്നത്, അദ്ദേഹം ആയുഷ്കാലം പത്രോസിനും പൗലോസിനും എതിരായിട്ട് നിന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ്, ശിമോൻ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമുണ്ട്. വരൾച്ചയുടെ അനുഭവം, സമൃദ്ധി ഇല്ലാത്ത അനുഭവം. ഞാൻ ഒരുപക്ഷെ നേരത്തെ ഇവിടെ ഓർപ്പിച്ചിട്ടുണ്ടായിരിക്കാം, കനാൻ ദേശത്തേക്ക് പോകുവാനായിട്ട് യാത്ര തിരിച്ച ലക്ഷങ്ങളിൽ
രണ്ടുപേർ മാത്രമാണ് വാസ്തവത്തിൽ ഈ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചത്. മറ്റുള്ളവരെല്ലാം മരുഭൂമിയിൽ ചത്തൊടുങ്ങി. അവർക്ക് ആർക്കും കനാൻ എന്ന ആ സമൃദ്ധിയുടെ ഒരു ടേസ്റ്റ്, രുചി ഒരിക്കലും ലഭിച്ചില്ല. അവർക്ക് അറിയത്തില്ല ഈ കനാൻ എന്ന് പറഞ്ഞാൽ എന്താണ്. അവർക്കറിയത്തില്ല കനാൻ എന്ന് പറഞ്ഞാൽ എന്നാ അറിയത്തില്ല. കാരണം അവർക്ക് എപ്പോഴും ജീവിതത്തിൽ ക്ഷാമമേ ഉണ്ടായിട്ടുള്ളൂ. സമൃദ്ധി എന്താന്ന് അറിയില്ല, സമൃദ്ധി എന്താന്ന് അനുഭവിച്ചിട്ടില്ല. ഇന്നത്തെ നല്ലൊരു പങ്ക് വിശ്വാസികളുടെയും ജീവിതത്തിൽ ഇതൊരു വലിയ വലിയ പരാജയമാണ്, പ്രതിസന്ധിയാണ്. ജീവിതത്തിൽ ക്ഷാമം മാത്രം അനുഭവിക്കുന്ന അവസ്ഥ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 14-ാം അധ്യായത്തിൽ കൂടിവരവുകളിൽ കാണപ്പെടുന്ന ക്ഷാമത്തെക്കുറിച്ച് പൗലോസ് ചില സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. ചില വാക്യങ്ങൾ അവിടെ ഒന്ന് വായിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 14-ാം അധ്യായം. ഈ 14-ാം അധ്യായത്തിന്റെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ചില വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ആ മൊത്തം 14-ാം അധ്യായത്തിന്റെ ഒരു ഏറെക്കുറെ വിഷയം നമുക്ക് പിടികിട്ടും. ഞാൻ ചില വാക്യങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ദയവായി ശ്രദ്ധിച്ചാൽ ഈ അധ്യായത്തിന്റെ ഒരു ഏറെക്കുറെ വിഷയം നമുക്ക് മനസ്സിലാകും. അതിന്റെ 3-ാം വാക്യം നോക്കുക. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. 4-ാം വാക്യം അതിന്റെ ഒടുവിലത്തെ ഭാഗം നോക്കുക. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. 5-ാം വാക്യം നോക്കുക. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന്. പിന്നെ അതിന്റെ 12-ാം വാക്യം നോക്കുക. സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിക്കുവിൻ. 17-ാം വാക്യം നോക്കുക. മറ്റവന് ആത്മീക വർധന വരുന്നില്ല താനും. പിന്നെ പല വാക്യങ്ങളുണ്ട്. ഒടുവിലായിട്ട് ഒരു വാക്യം 26-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നോക്കുക. സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ. ഈ മുഴുവൻ 14-ാം അധ്യായം വായിച്ചാൽ മറ്റു പല വാക്യങ്ങളും ഇതിനോട് ബന്ധപ്പെട്ടതായിട്ടുണ്ട്. എന്നാൽ ഇത്രയും വാക്യങ്ങൾ വായിച്ചപ്പോൾ കൂടെ കൂടെ ആവർത്തിക്കപ്പെട്ട ഒരു വാക്കുണ്ട്. അതെന്താ? ആത്മീക വർധന, സഭയുടെ ആത്മീക വർധന എന്ന് പറഞ്ഞാൽ ഈ 14-ാം അധ്യായത്തിൽ പൗലോസ് വിശ്വാസികളെ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കൂടി വരുമ്പോൾ അവഗണിക്കപ്പെടുന്ന ഒരു വിഷയമുണ്ട്. അതെന്താണെന്നറിയാമോ? നിങ്ങൾ വിചാരിക്കുന്നത് കൂടി വരുമ്പോൾ ഞാൻ വരുന്നത് ദൈവത്തെ ആരാധിക്കാനാ. ചിലരങ്ങനെ പറയാറുണ്ട്. ചില സഭകളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ചിലര് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അഡ്വൈസാ, ബ്രദറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട, ബ്രദർ പോയി കർത്താവിനെ ആരാധിച്ച് മടങ്ങിപ്പോര്. അങ്ങനൊരു സംവിധാനം ഇല്ല, അങ്ങനൊരു സംവിധാനം ഇല്ല. അത് തെറ്റിദ്ധാരണയാ, അങ്ങനെ നടക്കുകയില്ല. അത് സഭയിൽ, അത് സിനിമാ തിയേറ്ററിൽ നടക്കും, അത് സഭയിൽ നടക്കുകയില്ല. സഭ അതിനു വേണ്ടിയുള്ളതല്ല. ഞാൻ പോയി ആരാധിച്ച് മടങ്ങി അതിനുവേണ്ടി അല്ല സഭ. സഭ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നീ വരുമ്പോൾ നീ പ്രത്യേകാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. നീ സഭയിൽ വന്ന് ചെയ്യുന്നതെല്ലാം സഭയ്ക്ക് ആത്മീക വർധനയ്ക്ക് ഉതകുന്നതായിരിക്കണം. അല്ലാതെ ചെയ്യുന്നതെല്ലാം പക്വതയില്ലായ്മയുടെ ലക്ഷണമാണ്, ശൈശവത്തിന്റെ ലക്ഷണം. പക്വതയില്ല. അതുകൊണ്ടാണ് ഈ ഒരു വാക്യം വായിക്കുക. അതിന്റെ 16 നോക്കിക്കേ. അല്ല, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മപരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? എന്ന് പറഞ്ഞാൽ നീ സ്തോത്രം ചൊല്ലുക. നീ സ്തോത്രം ചൊല്ലുന്നത് മറ്റൊരു ഭാഷയിലാണ്. കേൾക്കുന്നവനല്ല മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നവന് മനസ്സിലായില്ലെങ്കിൽ കേൾക്കുന്നവൻ എങ്ങനെ ആമേൻ പറയും? അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നു പൗലോസ്. ഒന്ന്, നീ സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ ഭാഷ എന്തായിരിക്കണം? എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയായിരിക്കണം, വ്യക്തമായിരിക്കണം, സ്ഫുടതയുള്ളതായിരിക്കണം. രണ്ട്, നീ സ്തോത്രം ചൊല്ലുമ്പോൾ എല്ലാവരും കേൾക്കത്തക്ക നിലയിൽ ശബ്ദത്തിലായിരിക്കണം. ഇത് കൂടിവരവുകളിൽ പാലിക്കേണ്ട പ്രമാണങ്ങളാണ്. അടുത്തിരിക്കുന്നവന് പോലും ചിലപ്പം കേൾക്കാൻ പറ്റത്തില്ല.
ഇത് പ്രമാണങ്ങളാണ്. കൂടിവരവിൽ പാലിക്കപ്പെടേണ്ട പ്രമാണങ്ങൾ. സ്പഷ്ടമായി നിന്റെ ശബ്ദം ഭാഷയായിരിക്കണം. എല്ലാവർക്കും മനസ്സിലാകത്തക്ക നിലയിൽ നിന്റെ ഭാഷയായിരിക്കണം. ചില പറയും, ഞാൻ ദൈവത്തോടല്ല സംസാരിക്കുന്നത്. നീ ദൈവത്തോട് സംസാരിക്കാനാണ് വീട്ടിൽ ഇരുന്നാൽ മതിയില്ല, ഇങ്ങോട്ട് എന്തിനാ വരുന്നത്? ദൈവത്തോട് സംസാരിക്കാനാണ് വീട്ടിൽ ഇരുന്നാൽ മതിയില്ലേ? ഈ അന്യഭാഷാ പ്രവചനം എന്നുള്ള രണ്ട് വാക്കുകൾ ആവർത്തിച്ച് വരുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ക്ഷമിക്കണം, തെറ്റിദ്ധരിക്കരുത്. അതിന്റെ രണ്ടാം വാക്യം നോക്കുക. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോട് അത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ചില വിശ്വാസികൾ ഇതിനെ പോസിറ്റീവ് അർത്ഥത്തിലാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ല. സാധാരണ ആളുകൾ പറയുന്നത് പൗലോസ് അന്യഭാഷ സംസാരത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നാ. വാസ്തവത്തിൽ അങ്ങനെയല്ല. പൗലോസ് എന്നെ പ്രൊമോട്ട് ചെയ്യുകയല്ല, പൗലോസ് എന്നെ ഡിസ്കറേജ് ചെയ്യുകയാണ്. എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? പൗലോസ് പറയുന്നത്, നീ അന്യഭാഷയിൽ സംസാരിക്കുന്നു, ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. നീ ശരിയാ, ദൈവത്തോട് സംസാരിക്കുന്നു, ശരി, വാസ്തവം, നീ ദൈവത്തോട് സംസാരിക്കുന്നു, വലിയ കാര്യങ്ങളാണ് നീ സംസാരിക്കുന്നത്. പക്ഷേ സഭയിൽ വരുമ്പോൾ നീ എന്ത് ചെയ്താലും മറ്റുള്ളവർക്ക് പ്രയോജനം വരത്തക്ക നിലയിൽ ചെയ്യണം. അതുകൊണ്ട് നാം ഈ മുഴുവൻ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ചില ക്രമീകരണങ്ങൾ പൗലോസ് സഭയിൽ ഏർപ്പെടുത്തുക. ക്രമീകരണങ്ങൾ പൗലോസ് പറഞ്ഞു, അന്യഭാഷയിൽ സംസാരിക്കാം. അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് ചില ക്രമീകരണങ്ങളുണ്ട്. ഒന്ന്, ഭാഷാന്തരം ചെയ്യുന്നവനില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. കാരണം എന്നാ? കാരണം മറ്റുള്ളവർക്ക് പ്രയോജനം വരത്തില്ല. നീ പറയുന്ന വലിയ കാര്യങ്ങളാ, സമ്മതിച്ചു. നീ മർമ്മങ്ങളാ പറയുന്നത്, സമ്മതിച്ചു. പക്ഷേ നീ ഒരു കൂടിവരവിൽ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവനെ മനസ്സിലാകണം. മറ്റുള്ളവനെ മനസ്സിലാകുന്നില്ലെങ്കിൽ നീ മിണ്ടാതിരിക്കണം. അതുകൊണ്ട് അർത്ഥം പറയുന്നവനില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ഒന്ന്. രണ്ട്, ഒരു കൂടിവരവിൽ 2 പേരോ മാക്സിമം 3 പേരോ, മാക്സിമം 3 പേരോ ആകട്ടെ. അതും എങ്ങനെയാ? ഓരോരുത്തൻ 3 പേരും കൂടെ ഒരുമിച്ച് എഴുന്നേറ്റ് പറയാനല്ല പറയുന്നത്. ഓരോരുത്തൻ. എന്തുകൊണ്ടാ? നിങ്ങൾ പറയുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാകണം. 3 പേരും ഒരുമിച്ച് പറഞ്ഞാലോ? നിങ്ങൾ പറയുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാകണം. അപ്പോഴാണ് ആത്മീക വർധന വരുന്നത്. അല്ലാത്തതെല്ലാം സാധാരണ ആൾക്കാർ പറയുന്നത് ആത്മാവാണ്. ഇതൊന്നും ആത്മാവല്ല. അല്ലാത്തതെല്ലാം പരിജ്ഞാനമില്ലായ്മയാ, പക്വതയില്ലായ്മയാ, ഇമ്മച്യൂരിറ്റി. ക്ഷാമം. കൂടി വരുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയില്ല, കൂടി വരുന്ന എന്തിനാണെന്നറിയില്ല. നിങ്ങൾ കൂടി വരുമ്പോൾ ക്ഷാമം പ്രകടമാകുന്നു. ആത്മിക വർധനയ്ക്ക് ഉതകുന്നത് മാത്രം സഭയിൽ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ആത്മിക വർധനയെ തടസ്സപ്പെടുത്തുന്ന യാതൊന്നും സഭയിൽ ഉണ്ടാകാൻ പാടില്ല. ആത്മിക വർധനയെ തടസ്സപ്പെടുത്തുന്ന യാതൊന്നും സഭയിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഇങ്ങനൊരു കാര്യം കൂടെ പറയട്ടെ. ഒരു സഹോദരൻ എഴുന്നേറ്റ് സ്തോത്രം ചെയ്യുക. മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം എന്താ? ഈ സ്തോത്രം ചെയ്യുന്ന സഹോദരന്റെ ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞു. ഒന്ന്, സ്പഷ്ടമായ ഭാഷയിലായിരിക്കണം. 2, എല്ലാവരും കേൾക്കത്തക്ക നിലയിൽ ഉച്ചത്തിലായിരിക്കണം. ഓക്കെ, അത് പറയുന്നയാളുടെ ചുമതല. കേൾക്കുന്നവരുടെയോ? ഒരു സ്ഥലസഭാ കൂടിവരവിൽ സ്തോത്രം ചെയ്യുന്ന ഒരു സഹോദരന്റെ സ്തോത്ര സ്വരത്തിന് എല്ലാ വിശ്വാസികളും ശ്രദ്ധയോടെ കാതോർത്തിരിക്കണം. ചില സഭകളിൽ ഒരാൾ സ്തോത്രം ചെയ്യാൻ തുടങ്ങിയ അങ്ങേപ്പറ വേറെ ഒരാളും കൂട്ടത്തിൽ അങ്ങ് തുടങ്ങും, പാരലായിട്ട് അങ്ങ് തുടങ്ങും. അത് ഇമ്മച്യൂരിറ്റി ആകട്ടെ, ഇമ്മച്യൂരിറ്റി, പക്വതയില്ലായ്മയാണ്. ചില സഹോദരിമാരും അങ്ങ് തുടങ്ങും, ഉച്ചത്തിലല്ല, അവര് പാരലായിട്ട് അങ്ങ് തുടങ്ങുക. ഇമ്മച്യൂരിറ്റി, അത് പക്വതയില്ലായ്മയാ. അങ്ങനെയല്ല വേണ്ടത്. ഒരു സഹോദരൻ സ്തോത്രം ചെയ്യാൻ ആരംഭിച്ചാൽ മറ്റെല്ലാവരും ആ സഹോദരൻ സ്തോത്രം ചെയ്യുന്ന ശബ്ദത്തിന് ചെവി കൊടുക്കണം, ആമേൻ പറയണം. അങ്ങനെയെങ്കിൽ ഞാൻ ആ കൂടെ മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ആ സഹോദരന്റെ സ്തോത്ര സ്വരം
മറ്റുള്ളവരുടെ അടുക്കൽ എത്തുന്നതിന് തടസ്സമായി മറ്റുള്ള വിശ്വാസികളിൽ ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അത് കുട്ടികളുടെ കശപശി ആയിക്കൊള്ളട്ടെ, പാടില്ല. കാരണം ഈ സഹോദരൻ സ്തോത്രം ചെയ്യുന്നത് എല്ലാവരും കേൾക്കണം. അതെല്ലാവരും കേൾക്കുന്നതിന് തടസ്സമായി ഒന്നും ഉണ്ടാകാൻ പാടില്ല. മച്യൂരിറ്റി, പക്വത. എത്രയോ വർഷങ്ങളായിട്ടും ഈ ചെറിയ LKG ലെവലിൽ പോലും നാം ശരിയായിട്ടില്ല. LKG ലെവലാ ഇതൊക്കെ. അവിടെ പോലും നാം ശരിയായിട്ടില്ല. ക്ഷാമം, ഉണക്ക്, വരൾച്ച. ഈ ക്ഷാമം ഏതെല്ലാം കൂടിവരവുകളിൽ ഏതെല്ലാം നിലയിൽ പ്രകടമാകുന്നു. എത്രയോ വിശ്വാസികൾ ഞായറാഴ്ചത്തെ കർത്തൃമേശയെ അവഗണിക്കുന്നു. ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ഞായറാഴ്ചത്തെ കർത്തൃമേശയെ അവഗണിക്കുന്നു. ചെറിയ സില്ലി റീസൺസ്. ചിലർ വെറുതെ വീട്ടിയിരിക്കുന്നു, വരത്തില്ല. ക്ഷാമം, ആത്മിക ക്ഷാമം. വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും പ്രത്യേക സ്ഥലസഭാ കൂടിവരവുകളിലും ഈ നാളുകളിൽ വളരെ വ്യക്തമായി കാണപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ആത്മിക ക്ഷാമം. ആത്മീയഗീതങ്ങളിലുള്ള എല്ലാ പാട്ടുകളും ആത്മീയഗീതങ്ങളാണ്. ക്ഷാമം കാണണോ? ചില വിശ്വാസികൾക്ക് ഇന്നും വർഷങ്ങളായിട്ടും ആരാധനാ സമയത്ത് ഏത് പാട്ടെടുത്ത് പാടണമെന്ന് അറിയില്ല. ക്ഷാമം. ആരാധിക്കുമ്പോൾ എങ്ങനെ ആരാധിക്കണമെന്നറിയത്തില്ല. ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ക്ഷാമം. ഏതെല്ലാം തലങ്ങളിൽ നമ്മുടെ ക്ഷാമം പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. അകത്തൊന്നുമില്ല. പതിർ പോലെ, കാറ്റ് പാറ്റുന്ന പതിർ പോലെ. അകത്തൊന്നുമില്ല. എംപ്റ്റിനെസ്, ശൂന്യത. സഹോദരിമാരെ, ചില സഭകളിൽ ചെല്ലുമ്പോൾ വളരെ ദുഃഖം തോന്നും. ആള് പ്രസന്റാ, പക്ഷേ എത്രയോ അലസരായിട്ടായിരിക്കുന്നേ. ചിലരിരുന്ന് വീർപ്പ് മുട്ടുക. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള, എങ്ങനെയെങ്കിലും ഇറങ്ങിക്കിട്ടിയാൽ മതി എന്നുള്ള വിചാരത്തിലാണ് പലരും സഭയിലിരിക്കുന്നത്. വീർപ്പ് മുട്ട, കിടന്ന് പടയ്ക്കുന്നത്, കോഴിയെ പിടിച്ച് കൂടുതലിട്ടാ കിടന്ന് പടയ്ക്കുന്നത് പോലെയാ. വീർപ്പ് മുട്ടല. ക്ഷാമം. നമ്മൾ വെളിയിലുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയുന്നത്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തന്നെയല്ലേ പറയുന്നത്. നമ്മുടെ ഇടയിലുള്ള, നമ്മുടെ മധ്യത്തിലുള്ള കാര്യങ്ങൾ. ആത്മിക ക്ഷാമം. ഈ ക്ഷാമത്തിന്റെ പ്രതലങ്ങൾ എത്രയോ വിസ്തൃതമാണ്. നാം കേട്ടതുപോലെ നമ്മുടെ സഭകളിലുള്ള അനേകം വിശ്വാസികൾക്ക് സുവിശേഷം എങ്ങനെ പറയണമെന്ന് അറിയില്ല. എന്ത് പറയണമെന്നറിയില്ല. നമ്മുടെ ഇടയിലുള്ള എത്രയോ വിശ്വാസികൾ ഇന്നും നീ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിനക്ക് രോഗസൗഖ്യം വരുമെന്ന് പറയുന്നു. നിന്റെ കഷ്ടത മാറണമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് പറയുന്നു. സുവിശേഷം എന്താണെന്നോ സുവിശേഷം എങ്ങനെ പറയണമെന്നോ അറിയില്ല. ആ വിഷയത്തിലുള്ള ദാരിദ്ര്യം, ആ വിഷയത്തിലുള്ള ക്ഷാമം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സഭകളിലേക്ക്, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഞാൻ ആദ്യം ഓർപ്പിച്ച വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കണം എന്തിനാഗ്രഹിക്കുന്നു. 2 ശമൂവേൽ 21 അധ്യായം നോക്കുക. 2 ശമൂവേൽ chapter 21
2 ശമൂവേൽ 21 അധ്യായത്തിന്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബെയോന്യരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗൃഹനിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. ദാവീദിന്റെ കാലത്ത് തുടരെ 3 സംവത്സരം ക്ഷാമമുണ്ടായി. ഒരു ആത്മിക നേതൃത്വം. ഇപ്പം 3 വർഷം തുടരെ ക്ഷാമം ഉണ്ടായാൽ ദാവീദിന് കുഴപ്പമൊന്നുമില്ല. കാരണം ദാവീദ് രാജാവാ. 3 വർഷമല്ല 30 വർഷം ജീവിക്കാനുള്ള ദാവീദിന്റെ കയ്യിലുണ്ട്. പക്ഷേ ക്ഷാമമുണ്ടായാൽ ആദ്യമായിട്ട് അതിന്റെ ക്ലേശം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാ, പൊതുജനങ്ങളാ. ഈ ക്ഷാമമുണ്ടായപ്പോൾ ദാവീദിന് ഒരു കാര്യം പിടികിട്ടി, ഇതിന്റെ പിന്നിൽ എന്തോ കാരണമുണ്ട്, എന്തോ റീസൺ ഉണ്ട്, എവിടെയോ ഇതിന്റെ പിന്നിൽ കാരണം മറഞ്ഞു കിടപ്പുണ്ട്. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചു, കർത്താവേ, ഈ ക്ഷാമത്തിന്റെ പിന്നിലുള്ള കാരണം എന്താ? അപ്പൊ ദൈവം കാരണം പറഞ്ഞു കൊടുത്തു. ദൈവം കാരണം പറഞ്ഞത്, ശൗൽ ഗിബെയോന്യരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗൃഹനിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. ഒരു മുഴുവൻ സമൂഹത്തെ ക്ഷാമത്തിലാക്കിയ ഒരു വലിയ നീച പ്രവൃത്തി ഇതിനു മുമ്പിരുന്ന നേതൃത്വം ചെയ്തു. ആദ്യത്തെ രാജാവാ ശൗൽ. 40 വർഷം ഭരിച്ചിട്ട് മരിച്ചു. അടുത്ത രാജാവാ ദാവീദ്. ഈ ദാവീദ് രാജാവായപ്പോൾ ദൈവം പറയുക, ഇത് ശൗൽ നിമിത്തമാ. ഏത്? ഈ ക്ഷാമം ഇത് ശൗൽ നിമിത്തമാ. രക്തപാതകമുള്ള അവന്റെ ഗൃഹനിമിത്തം. ഇന്നൊരു വലിയ സമൂഹത്തിന് ക്ഷാമം അനുഭവിക്കേണ്ടി വരുന്നു. ആരാ കാരണം? നേതൃത്വം. ഇതൊരു യാഥാർത്ഥ്യമാകട്ടോ, ഇതൊരു യാഥാർത്ഥ്യമാണ്. ദൈവസഭയ്ക്ക് നേരിടുന്ന ആത്മീക ക്ഷാമത്തിന്റെ മുഖ്യ കാരണക്കാർ ഈ നേതൃത്വമാണ്. ദൈവം അത്രേ പറഞ്ഞുള്ളൂ, ഇത് ശൗൽ നിമിത്തമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവന്റെ രക്തപാതകമുള്ള ഗ്രഹം നിമിത്തമാണെന്ന് ദൈവം പറഞ്ഞു. വേറെ ഒന്നും ദൈവം പറഞ്ഞതായിട്ട് നാം വായിക്കുന്നില്ല. ദാവീദ് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തു? അടുത്ത വാക്യം നോക്കുക, 2-ാം വാക്യം. രാജാവ് ഗിബെയോന്യരെ വിളിച്ച് അവരോട് പറഞ്ഞു, അല്ലെങ്കിൽ അവരോട് സംസാരിച്ചു. ഉടനടി ദാവീദ് ചെയ്ത കാര്യം, ദൈവം ഇത്രയും പറഞ്ഞപ്പോൾ ഉടനടി ദാവീദ് ചെയ്തു. കൺസേൺഡ് ആൾക്കാരെ പോയി കണ്ടു, ഗിബെയോന്യരെ പോയി കണ്ടു. അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, ഇപ്പോൾ ദേശത്തുള്ള ക്ഷാമത്തിന്റെ കാരണം ഇതാണെന്ന് ദൈവം പറഞ്ഞു. ശൗൽ നിങ്ങളുടെ ആളുകളെ സംഹരിച്ചു. എങ്ങനെ സംഹരിച്ചെന്ന് 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഗിബെയോന്യർ ഇസ്രായേല്യരല്ല, അമോന്യരിൽ ശേഷിച്ചവരത്രേ. അവരോട് ഇസ്രായേൽ മക്കൾ സത്യം ചെയ്തിരുന്നു. എങ്കിലും ശൗൽ ഇസ്രായേല്യർക്കും യഹൂദ്യർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന എരിവിൽ അവരെ സംഹരിച്ചു കളവാൻ ശ്രമിച്ചു. അതിന്റെ പശ്ചാത്തലം പറയുക. ഇത് എവിടെ വെച്ച് നടന്നുവെന്നോ, എങ്ങനെ നടന്നുവെന്നോ, എന്താ സംഭവിച്ചോ എന്നൊന്നും വേദപുസ്തകത്തിൽ മറ്റെവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ശൗൽ എങ്ങനെ ചെയ്തു, എപ്പോൾ ചെയ്തു നമുക്കറിയില്ലത്. പക്ഷേ ശൗൽ ഇത് ചെയ്തു. എപ്പോഴോ ശൗൽ ഇത് ചെയ്തു. ഇപ്പോൾ അതിന്റെ പരിണിത ഫലം, അതിന്റെ ഒരു ചെറിയ പശ്ചാത്തലം 2-ാം വാക്യം തെളിയുകയാണ്. അപ്പോൾ ഈ റീസൺ മനസ്സിലായപ്പോൾ, കാരണം മനസ്സിലായപ്പോൾ, ദാവീദ് ദൈവത്തിന്റെ അടുക്കൽ ചെന്നു. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ദാവീദ് ഗിബെയോന്യരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇതാ അതിന്റെ കാരണം, ഇനി നിങ്ങൾ പറ. അടുത്ത വാക്യം നോക്കുക, 3-ാം വാക്യം. ദാവീദ് ഗിബെയോന്യരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിശാന്തി ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ ദാവീദിന്റെ ഹൃദയത്തിലുള്ള ഭാരം, ഈ ക്ഷാമത്തിൽ നിന്നും വിടുതൽ വേണം. അതിനെന്ത് ചെയ്യണം? ഗിബെയോന്യരോട് ചോദിക്കുക, എന്താ ചെയ്യേണ്ടത്? ചെയ്തു പോയി, ഞങ്ങൾക്ക് മുമ്പിരുന്ന നേതാവ് അങ്ങനെ ചെയ്തു പോയി. പക്ഷെ ഇനി ഞങ്ങൾക്ക് രക്ഷപ്പെടണം. ഞങ്ങൾ എന്ത് പ്രതിശാന്തി ചെയ്യണം? എന്ത് പ്രായശ്ചിത്തം ചെയ്യണം? അതിന് മറുപടി കൊടുത്തത് എന്താ? അടുത്ത വാക്യം നോക്കുക. ഗിബെയോന്യർ അവരോട്, ശൗലിനോടും അവന്റെ ഗൃഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം
പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല. ഇസ്രായേലിൽ ഒരുത്തനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു തരാം എന്ന് അവൻ പറഞ്ഞു. ഗിബെയോന്യർ പറഞ്ഞു, ഇത് പണം കൊണ്ട് തീരുന്ന വിഷയം അല്ല, പണം കൊണ്ട് ഈ വിഷയം തീരുകയില്ല, പിന്നെ ഞങ്ങൾ ആരെയും കൊല്ലുകയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ആശയം എന്നാ? ചെയ്യേണ്ടതല്ല നിങ്ങളാ ചെയ്യേണ്ടേ, നിങ്ങളാ ചെയ്യേണ്ടേ. ഞങ്ങൾ ചെയ്യുകയല്ല, നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങളാ കാരണക്കാര്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം. പക്ഷെ പൈസ ഞങ്ങൾക്ക് വേണ്ട, പൈസ കൊണ്ട് ഈ പ്രശ്നം തീരുകയില്ല. നമ്മൾ വിചാരിക്കുന്ന പല പ്രശ്നങ്ങളും പൈസ കൊണ്ട് തീരുവെന്നാ. നമ്മൾ വിചാരിക്കുന്ന പല പ്രശ്നങ്ങളും പൈസ കൊണ്ട് തീരുവെന്നാ. പൈസ കൊണ്ട് തീരുമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നാം പണം കൊടുക്കുന്നതും. നാം പലപ്പോഴും പണത്തെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാക്കി ഉപയോഗിക്കുന്നു. ജീവിതത്തിൽ മറ്റ് പല വശങ്ങളിൽ മണ്ഡലങ്ങളിൽ പരാജയമുണ്ടെങ്കിൽ ആ പരാജയത്തെ നികത്തുവാനായിട്ട് പണത്തെ നാം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്, പകരക്കാരനായിട്ട് ഉപയോഗിക്കുന്നു. ഗിബെയോന്യർ പറഞ്ഞു, ഇത് പണം കൊണ്ട് തീരുകയില്ല, പക്ഷെ ഞങ്ങൾ ആരെയും നിങ്ങളുടെ അകത്ത് കയറി വന്ന് കൊല്ലത്തുമില്ല. പിന്നെ അവർ മറ്റൊരു കാര്യം പറഞ്ഞു. അടുത്ത വാക്ക് നോക്കുക, 5-ാം വാക്യം. അവർ രാജാവിനോട് ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്കവണ്ണം ഉപായം ചിന്തിക്കുകയും ചെയ്തവന്റെ മക്കളിൽ 7 പേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം. ഞങ്ങൾ അവരെ യഹോവയുടെ വൃതനായ ശൗലിന്റെ ഗിബയിൽ യഹോവയ്ക്ക് തൂക്കിക്കളയും എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ അവരെ തരാമെന്ന് രാജാവ് പറഞ്ഞു. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പ്രവേശിച്ചു. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പ്രവേശിച്ചു. ഇവരുടെ ഡിമാൻഡ് നോക്കണം. ഡിമാൻഡ് എന്താ? ഡിമാൻഡ് ഞങ്ങൾ വന്ന് പിടിക്കുകയല്ല, നിങ്ങൾ പിടിച്ചു തരണം. 7 പേരെ, ശൗലിന്റെ കുടുംബത്തിലുള്ള 7 പേരെ നിങ്ങൾ പിടിച്ചിട്ട് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ അവരെ തൂക്കിക്കളയും. പക്ഷെ പിടിക്കേണ്ട നിങ്ങളാ. ആരെയാ പിടിക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോണം, ഞങ്ങളല്ല തീരുമാനിക്കുന്നത്. ദാവീദ് അവിടെ വിലപേശാൻ പോയോ? ദാവീദ് വിലപേശാൻ പോയോ? ദാവീദ് വിലപേശിയില്ല. ദാവീദ് എന്ത് പറഞ്ഞു? ഞാൻ ചെയ്തു തരാം. ദാവീദ് ഇങ്ങനെ പറഞ്ഞില്ല, സഹോദരന്മാരെ അല്പം വിട്ടുവീഴ്ച ചെയ്യ്, 10,000 രൂപ ചോദിച്ചാൽ, വെള്ളിക്കാശ് ചോദിച്ചാൽ ഞാൻ തരാം, പക്ഷെ ഇത് മാത്രം എന്നോട് പറയരുത്. പണം ഞാൻ തരാം, നിങ്ങൾ വേറെ എന്ത് ചോദിച്ചാലും ഞാൻ തരാം, പക്ഷെ ഇത് മാത്രം പറയരുത്. വിലപേശാൻ പോയോ? വിലപേശാൻ പോയില്ല. കാരണം ദാവീദിനറിയാം ഇതല്ലാതെ ഇതിന് വേറെ പരിഹാരം ഇല്ല. ഇതേ പരിഹാരമുള്ളൂ, അതേ പരിഹാരമുള്ളൂ, വേറെ പരിഹാരം ഇല്ല. ഈ ഭാഗത്തിന്റെ മറ്റൊരു ഭാഗം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശൗലിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദാവീദിന്റെ മനോഭാവം എന്താണ്? ദാവീദ് ഇത് ചെയ്തു എന്ന് താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു. ദാവീദ് 7 പേരെ പിടിച്ചു, ഗിബെയോന്യരുടെ കയ്യിൽ കൊടുത്തു, അവർ അവരെ തൂക്കിക്കളഞ്ഞു. അത് ദാവീദ് ചെയ്തതായിട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു. പക്ഷേ ദാവീദ് ഈ നടപടി എങ്ങനെയാ ചെയ്തത്? ഏത് ഹൃദയത്തോടു കൂടിയാ ദാവീദ് ചെയ്തത്? ദാവീദിന്റെ സ്വഭാവം നോക്കിയാൽ ശൗലിനെയോ ശൗലിന്റെ വീട്ടിലുള്ള ആരെയെങ്കിലുമോ കൊല്ലുവാനായിട്ടുള്ള മനസ്സ് ഒരിക്കലും ദാവീദിനുണ്ടായിട്ടില്ല. ശൗലിനെ കൊല്ലാനായിട്ടുള്ള അവസരം ദാവീദിന് കുറഞ്ഞ പക്ഷം 2 പ്രാവശ്യം കിട്ടി. ദാവീദ് പറഞ്ഞു, യഹോവയുടെ അഭിഷേകത്തിന്റെ മേൽ കൈവെക്കരുത്. അവന്റെ മേൽ കൈവച്ചില്ല. ശൗലിന്റെ മകനെ കൊന്നതിന് ശേഷം ഈ മകന്റെ 2 ദാസന്മാർ അവന്റെ തലയും എടുത്തുകൊണ്ട് ദാവീദിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ശത്രുവിന്റെ മകന്റെ തല ഇതാ. ദാവീദ് എന്ത് ചെയ്തു? ആ 2 പേരെ വെട്ടിക്കളഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ശൗലിന്റെ മനോഭാവം നോക്കുക. അവരെ ആരെയും കൊല്ലുവാനായിട്ട് മനസ്സുകൊണ്ട് ദാവീദ് ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊന്നേ പറ്റൂ. കാരണം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ നീ ഇത് ചെയ്തേ പറ്റൂ. പ്രശ്നം എന്താ? ക്ഷാമമാ പ്രശ്നം. ക്ഷാമത്തിന് പരിഹാരം വരണമെങ്കിൽ നീ സ്വഭാവം കൊണ്ട് ഇഷ്ടപ്പെടാത്ത ചില നടപടികൾ, ചില കാൽവയ്പ്പുകൾ എടുത്തേ പറ്റൂ. അത് ദാവീദ് ചെയ്തു. ഹൃദയനുറുക്കത്തോടെ ചെയ്തു.
ഹൃദയഭാരത്തോടെ, ദുഃഖത്തോടുകൂടി ദാവീദ് ചെയ്തു. ശൗലിന്റെ കുടുംബത്തിലുള്ള ചിലരെ പിടിച്ചു, 7 പേരെ പിടിച്ചു, അവരെ കൊണ്ടുവന്ന് ഗിബിയോന്യരുടെ കയ്യിൽ കൊടുത്തു. ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, ഇത് ദാവീദിന് എങ്ങനെ ചെയ്യാനായിട്ട് തോന്നി? എത്രയോ വർഷക്കാലം ദാവീദിന്റെ കുടുംബവും ശൗലിന്റെ കുടുംബവും തമ്മിൽ യുദ്ധം നടന്നു. ശൗലിന്റെ കുടുംബത്തിലുള്ളവരെല്ലാം എപ്പോഴും ദാവീദിനെതിരായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ദാവീദ് തിരിച്ചടിച്ചില്ല, ഒരിക്കൽ പോലും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതുവരെ നടന്ന എല്ലാ യുദ്ധങ്ങളും പേഴ്സണൽ ആയിരുന്നു, വ്യക്തിപരമായിരുന്നു. ശൗലിന് വിരോധമുണ്ടായിരുന്നത് ഇസ്രായേലിനോടല്ല, ദാവീദിനോടാ. ശൗല് ദോഷം ചെയ്തത് ഇസ്രായേലിനല്ല, ദാവീദിനാ. അതുകൊണ്ട് ദാവീദ് തിരിച്ചടിച്ചില്ല. കാരണം ഇതെന്തോ യുദ്ധമാ, ഇത് വ്യക്തിപരമായ യുദ്ധമാ. തിരിച്ചടിക്കാൻ പാടില്ല. വ്യക്തിപരമായ യുദ്ധങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? തിരിച്ചടിക്കാൻ പാടില്ല. അവൻ ചെയ്യട്ടെ, അവൻ ശപിക്കട്ടെ, തിരിച്ചടിക്കാൻ പാടില്ല. എന്നാൽ ഇപ്പോഴുള്ള യുദ്ധം വ്യക്തിപരമല്ല. ഇപ്പോഴെന്താ പ്രശ്നം? ഇപ്പോൾ മൊത്തം സമൂഹത്തെ ബാധിച്ചിരിക്കുക, മൊത്തം ഇസ്രായേൽ ക്ഷാമത്തിന് അടിമപ്പെട്ടിരിക്കുകയാ. ഇത് വ്യക്തിപരമായൊരു പ്രശ്നമല്ല, ഇത് മുഴുവൻ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്, ഇത് മുഴുവൻ സഭയെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇവിടെ മിണ്ടാതിരിക്കാൻ പാടില്ല. ഇവിടെ നടപടി എടുത്തേ പറ്റൂ, ഇവിടെ നടപടി എടുത്തേ പറ്റൂ. എന്ന് പറഞ്ഞാൽ ദാവീദ് നമുക്ക് തരുന്ന ഒരു സന്ദേശം, വ്യക്തിപരമായി എന്നെ ശൗലും ശൗലിന്റെ പുത്രന്മാരും ആക്രമിച്ചപ്പോൾ ഞാൻ തിരിച്ചടിച്ചില്ല. തിരിച്ചടിക്കാൻ പാടില്ല, തിരിച്ചടിക്കാൻ പാടില്ല. പക്ഷേ ശൗലിന്റെ കുടുംബം ദൈവസഭയ്ക്ക് ദോഷമായി നിന്നപ്പോൾ നടപടി എടുത്തേ പറ്റൂ. കണ്ണടച്ചിരിക്കാൻ പാടില്ല. യുദ്ധം വ്യക്തിപരമാകുമ്പോൾ കണ്ണടയ്ക്കാതിരിക്കുന്നത് തെറ്റ്. കണ്ണടയ്ക്കണം, ക്ഷമിക്കണം. എന്നാൽ ഈ യുദ്ധം സമൂഹത്തെ ബാധിക്കുമ്പോൾ, സ്ഥലം സഭയെ ബാധിക്കുമ്പോൾ കണ്ണടച്ചിരിക്കുന്നത് തെറ്റ്. ക്ഷാമത്തിന്റെ കാരണം ഇതാ. ക്ഷാമത്തിന്റെ കാരണം ഇതാ. ചില സഭകളിൽ, ഞാൻ പറയട്ടെ ദുഃഖത്തോടെ, ചില സഭകളിൽ ക്ഷാമത്തിന്റെ കാരണം ചില കുടുംബങ്ങളാ. സഭാ നേതൃത്വം ശക്തമായ നടപടി സ്വീകരിക്കാതെ കണ്ണടച്ച് വിട്ടുകളയുന്ന ചില കുടുംബങ്ങൾ സ്ഥലം സഭയിൽ ക്ഷാമത്തിന്റെ കാരണങ്ങളായിത്തീരുന്നു. കൊരിന്ത് സഭയിലേക്ക് നോക്കുക, കൊരിന്ത് സഭയിലേക്ക് നോക്കുക. നിങ്ങളുടെ ഇടയിൽ ഇത് നടക്കുന്നു, എന്നിട്ട് നിങ്ങൾ ചീർത്തിരിക്കുന്നു, നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല താനും. അദ്ദേഹം ഇത്തിരി പൈസയുള്ള ആളായിരിക്കാം, ഇന്നയാളുടെ ചാർച്ചക്കാരനായിരിക്കാം, നടപടിയെടുത്തിട്ടില്ല. ബാധിക്കുന്നത് ആരെയാ? മുഴുവൻ സഭയെ ബാധിക്കുക, മുഴുവൻ സഭയെ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവൻ. ആ ദുഷ്ടനെ നീക്കിക്കളവൻ. അവൻ ആരും ആയിക്കൊള്ളട്ടെ. നീ ഒരു പക്ഷെ ആഗ്രഹിക്കുന്ന കാര്യമല്ലായിരിക്കാം അത്. പക്ഷെ ഈ ക്ഷാമം നീങ്ങണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ. ക്ഷാമം നീങ്ങണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ. ആത്മിക ക്ഷാമം, ദാവീദ് ഗിബെയോന്യരെ പിടിച്ചു, കൊണ്ടുകൊടുത്തു, തൂക്കിക്കളഞ്ഞു. നാം സാധാരണ വിചാരിക്കുന്നത് പാപം ഏറ്റുപറയുക എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമാണ്. അത് നിസ്സാരമായതുകൊണ്ടാണ് ഈ ക്ഷാമം മാറാതെ കിടക്കുന്നത്.
നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം വിചാരിക്കുന്നത് പാപങ്ങൾ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ കർത്താവെ പാപത്തെ ക്ഷമിക്കണമേ. അതല്ല ഏറ്റുപറച്ചിൽ. പാപങ്ങളെ ഏറ്റുപറയുന്നതിന്റെ ഒരു ചെറിയ ചിത്രമാണ് ഇവിടെ കാണുന്നത്. പിടിച്ചുകൊണ്ട് കൊടുക്കുക. ഒട്ടും ആഗ്രഹിക്കുന്ന കാര്യമല്ലത്. ആഗ്രഹിക്കാത്ത കാര്യമാണ് ചെയ്യുന്നത്. സ്വഭാവം കൊണ്ട് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ചെയ്യുന്നത്. ഹൃദയം നുറുങ്ങിയാ ചെയ്യുന്നത്. ഹൃദയം വേദനിച്ചാ ചെയ്യുന്നത്. ദാവീദ് ഇവരെ കൊണ്ട് കൊടുത്തത് കരഞ്ഞുകൊണ്ടാണ് കൊടുത്തത്. നിങ്ങളെ കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ മരിക്കുന്നത് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ ഇത് ചെയ്തേ പറ്റൂ. അതാ ഏറ്റുപറച്ചിൽ. നമുക്കിന്ന് ഏറ്റുപറച്ചിൽ വെറും നിസാരമാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു വ്യത്യാസം വരാത്തത്. ചില ആഴ്ചകൾ കർത്തൃമേശയിൽ നിന്നും മാറി, കർത്തൃമേശയിൽ നിന്നുമല്ല, സഭയിൽ നിന്ന് തന്നെ, സഭയിലേക്ക് വരാതെ തന്നെ ഇരുന്ന ഒരു സഹോദരിയുടെ വീട്ടിൽ ഒരു സ്ഥലത്ത് നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു സഹോദരിയുടെ വീട്ടിൽ സഭയിലെ മൂപ്പന്മാർ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞ സഹോദരി വന്നുപോയ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി സഹോദരി സഭയിൽ വരണം. അപ്പൊ സഹോദരി പ്രശ്നമുണ്ടാക്കി, സഭയിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് സഹോദരി വീട്ടിലിരിക്കുക. ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാർ ചെന്ന് പറയുക, സഹോദരി പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി സഭയോട് മാപ്പ് ചോദിച്ച് സഹോദരി കൂട്ടായ്മയിൽ മടങ്ങി വരണം. അതിനുശേഷം അടുത്ത ഞായറാഴ്ചയിൽ ഞാനും ആ സഭയിലുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, യാതൊരു എന്താ പറയുക, യാതൊരു ഭാവഭേദവുമില്ല. എഴുന്നേറ്റ് നിന്ന് മാപ്പ് ചോദിക്കുന്നതൊക്കെ കേട്ടാൽ ദൈവം പോലും പേടിച്ചു പോകും. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഒന്നുമില്ല, ഒന്നും, വെറുതെ മാപ്പ് ചോദിക്കുക. അതാണോ പാപങ്ങൾ ഏറ്റുപറയാന്ന് പറയുന്നത്? അതുകൊണ്ട് ഉണ്ടാകുന്നത് എന്താ? ഈ ക്ഷാമം ഒരിക്കലും നീങ്ങുന്നില്ല. അതിങ്ങനെ തലമുറയായി നടന്നുകൊണ്ടിരിക്കുക. തലമുറയായി. നമ്മൾ വിചാരിക്കുന്നത് എന്നോട് ക്ഷമിക്കണം, അതല്ല ഏറ്റുപറച്ചിൽ. യഥാർത്ഥ ഏറ്റുപറച്ചിലിൽ ഹൃദയം തകർന്നേ പറ്റൂ. ഹൃദയം തകരാത്ത ഏറ്റുപറച്ചിൽ ദൈവം അംഗീകരിക്കുകയില്ല. ആ ഏറ്റുപറച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, 1 യോഹന്നാൻ 1:9 പറയുന്നത്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ, അവിടെ ഒരു വിവർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇഫ് വി നെയിം അവർ സിൻ, നാം ചെയ്ത പാപം അതുപോലെ തന്നെ ദൈവത്തോട് പറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. ഞാൻ ചെയ്ത പാപം അതുപോലെ തന്നെ ദൈവത്തോട് പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. കർത്താവേ, എന്റെ സഹോദരനെതിരായിട്ട് ഞാൻ ഈ വാക്ക് പറഞ്ഞുപോയി, ക്ഷമിക്കണം. ഞാനത് ലജ്ജിക്കുന്നു. ഞാൻ പറയാൻ പാടില്ലായിരുന്നു, ഞാൻ പറഞ്ഞുപോയി, ക്ഷമിക്കണം. ഹൃദയ നുറുക്കത്തോടുകൂടി ദൈവത്തോട് ഞാൻ ചെയ്ത പാപം എന്താണെന്ന് അംഗീകരിച്ചേറ്റു പറയുന്നതാണ് ക്ഷമ. അതുണ്ടാകണം. അതുണ്ടാകാത്തിടത്തോളം കാലം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. അത് ദൈവത്തോട് മാത്രമല്ല, ഞാൻ ഏതെങ്കിലും സഹോദരനോട് അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സഹോദരന്റെ അടുക്കൽ പോയി ആ സഹോദരനുമായിട്ട് നിരക്കണം. പ്രശ്നത്തിന് പരിഹാരം അപ്പോഴേ ഉണ്ടാകൂ. അല്ലാത്തിടത്തോളം കാലം ഉയരത്തിൽ നിന്നും നമുക്കൊന്നും ലഭിക്കുകയില്ല. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വേദഭാഗമാണ് ഇയ്യോബിന്റെ പുസ്തകം അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ. ഇയ്യോബ് എന്ന മനുഷ്യനെ കുറിച്ച് നാം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ലോകത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസി, മാനസാന്തരം ആവശ്യമില്ലാത്തൊരു വിശ്വാസി ഉണ്ടെങ്കിൽ അത് ഇയ്യോബാണെന്ന് തോന്നിപ്പോകും. ലോകത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് മാനസാന്തരം ആവശ്യമില്ല എന്ന് ഉണ്ടെങ്കിൽ അത് ഇയ്യോബാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ദൈവം തന്നെ അവനെ കുറിച്ച് പറയുന്നത്, ഇവനെ പോലെ ഭക്തനായ ഒരുത്തൻ ഇല്ല, ഇവനെ പോലെ ഭക്തനായ ഒരുത്തൻ ഇല്ല. പിന്നെ എന്തോ മാനസാന്തരം ആവശ്യം. പക്ഷേ 42-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ
അവിടെ മറ്റൊരു ചിത്രമാണ് കാണുന്നത്. യോബ് തന്നെ വെറുത്ത കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നാൽ അതിശയിപ്പിക്കുന്ന വേറൊരു കാര്യം, ഈ എലീഫസിന്റെ സ്നേഹിതന്മാരോട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ ദാസനായ യോബിന്റെ അടുക്കൽ ചെല്ലണം, ഹോമയാഗം കഴിക്കണം, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ യോബിന്റെ അടുക്കൽ ചെന്നു. 42-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി. എപ്പോഴാ? യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. അതുവരെയോ? അതുവരെ ദൈവം ഭേദം വരുത്തിയില്ല. അതുവരെ ദൈവം ഒന്നും ചെയ്തില്ല. യോബിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? യോബ് നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു. നമ്മെപ്പോലൊരു മനുഷ്യൻ. യോബ് പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? യോബ് പ്രാർത്ഥിക്കണം, കർത്താവേ, എന്റെ ഈ സഹോദരന്മാർ ചെയ്തതും പറഞ്ഞതും ഒക്കെ അവിവേകത്തിൽ നിന്നായതുകൊണ്ട് അവിടുന്ന് അവരോട് ക്ഷമിക്കണമേ. അവർക്കെതിരായിട്ട് എന്റെ മനസ്സിൽ അല്പം പോലും കയ്പില്ല ദൈവമേ എന്ന് യോബ് പറയണം. അപ്പോൾ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ഞാൻ പറയട്ടെ, നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരാത്തതിന്റെ പല കാരണങ്ങളിൽ ഒന്നതാ. നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുന്നില്ല. നമ്മുടെ സ്ഥിതി അതുപോലെ തന്നെ, പഴയതുപോലെ തന്നെ. സ്ഥിതിക്ക് ഭേദം വരണമെങ്കിൽ ഇത് പറയണം. ഞാൻ പറയട്ടെ, ഇത് യോബിനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇത്രയും ദിവസങ്ങൾ ഇരുന്ന് ഈ സഹോദരന്റെ പുറത്ത് ആരോപിക്കാത്ത കുറ്റങ്ങളൊന്നുമില്ല. ഇത്രയും ദിവസങ്ങൾ ഇരുന്നിട്ട് ഈ സഹോദരന്റെ പുറത്ത് ആരോപിക്കാത്ത കുറ്റങ്ങളൊന്നുമില്ല. നീ ഭയങ്കര പാപിയാ, നിന്റെ മക്കളൊക്കെ വലിയ പാപികളായിരുന്നു, അവർ രഹസ്യ പാപങ്ങൾ ചെയ്യുന്നവരായിരുന്നു, നീ വഞ്ചകനാ, നീ ദരിദ്രന്റെ മോഷ്ടിച്ചവനാ, നീ അത് ചെയ്തവനാ, നീ ഇങ്ങനെ പറഞ്ഞവനാ, എന്തെല്ലാം പറഞ്ഞു യോബിന്റെ പുറത്ത്, എന്തെല്ലാം പറഞ്ഞു. അത് എപ്പോഴാ പറയുന്നത്? എല്ലാം കൊണ്ടും നശിച്ചിരിക്കുമ്പം. സമ്പത്ത് പോയി, മക്കള് പോയി, ഭാര്യ തള്ളി പറയുന്നു, ശരീരത്തിലാണെങ്കിൽ വ്രണം നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചത്ത് ജീവിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന മനുഷ്യന്റെ അടുക്ക് വന്ന് എന്തെല്ലാമാ പറഞ്ഞത്. ഇങ്ങനെയുള്ള മനുഷ്യരോട് ക്ഷമിക്കാനായിട്ട് അത്ര എളുപ്പമല്ല. ഇങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടി ദൈവമേ നീ അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ യോബ് അങ്ങനെ ചെയ്തപ്പോൾ ദൈവം അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി എന്ന് പറഞ്ഞാൽ യോബ് ഒരു കാര്യം ദൈവത്തോട് ഏറ്റു പറഞ്ഞു, കർത്താവേ, ദൈവമേ, എന്റെ ഹൃദയത്തിൽ ഇവർക്കെതിരായിട്ട് യാതൊരു കയ്പുമില്ല. എന്റെ ഹൃദയം ക്ലീനാ, ശുദ്ധമാ. അപ്പോൾ ദൈവം ഭേദം വരുത്തി. കണ്ടീഷനുണ്ട്. നമ്മുടെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തണമെങ്കിൽ കണ്ടീഷനുണ്ട്, ചില നിബന്ധനകളുണ്ട്. അത് പാലിച്ചേ പറ്റൂ. രക്ഷയ്ക്ക് നിബന്ധനകളൊന്നുമില്ല. കർത്താവായ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ എന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്നാൽ ഇതിന് വ്യവസ്ഥയുണ്ട്, കണ്ടീഷനുണ്ട്. യോബ് ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം അവന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി. ദാവീദ് ഈ നടപടി എടുത്തപ്പോൾ ദൈവം ഇസ്രായേലിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ദൈവം സ്വർഗത്തിൽ നിന്നും മഴ അയച്ചു. അവരുടെ ക്ഷാമം മാറി, സ്ഥിതിക്ക് വ്യത്യാസം വന്നു. സ്ഥലസഭകളിലുള്ള ക്ഷാമം. ഞാൻ പറയട്ടെ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ദാവീദിന് ഉണ്ടായ ഗുണം ക്ഷാമമാണെന്ന് മനസ്സിലായി, ക്ഷാമമുണ്ടെന്ന് മനസ്സിലായി. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ക്ഷാമമാണെന്ന് നമുക്കറിയില്ല. അതാ, ക്ഷാമമാണെന്ന് നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കുന്നത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്തൃമേശയിലുണ്ട്, പിന്നെ മീറ്റിങ്ങുകൾക്കൊക്കെ പോകുന്നു, ഇനി എന്നെ വേണം, ഇത്രയൊക്കെ പോരെ. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്നുള്ള ഒരു ധാരണ നേരത്തെ തന്നെ നമ്മുടെ ഉള്ളിൽ കടന്നു പോകുന്നതെന്ന് നമുക്കറിയില്ല. അത് സെൻസ് ചെയ്യുവാൻ, അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് തിരിച്ചറിയണം. ലവോദിക്ക സഭയെക്കുറിച്ച് കേൾക്കുകയുണ്ടായി. ലവോദിക്ക സഭയോട് കർത്താവ് പറയുന്ന ദൂതിൽ പറയുന്നത്,
നീ അന്ധനായിരിക്കെ നീ അന്ധനാണെന്ന് നിനക്കറിയില്ല. അയ്യോ കഷ്ടം. നിനക്ക് ക്ഷാമമുണ്ടായിരിക്കെ നിനക്ക് ക്ഷാമമുണ്ടെന്ന് നീ തിരിച്ചറിയുന്നില്ല. അയ്യോ കഷ്ടം. കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. നമ്മുടെ ക്ഷാമത്തെ ഒന്ന് കാണുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വിരൂപത, അഗ്ലിനെസ്, വിരൂപത, നമ്മുടെ എംപ്റ്റിനെസ്, നമ്മുടെ ശൂന്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കാറ്റ് പാറ്റുന്ന പതിർ ചെറിയ പ്രശ്നത്തിൽ എല്ലാം തകരുന്നു. കാരണം അകത്തൊന്നുമില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ ചില ആലോചനകൾ കൂടെ വരുന്ന സെഷൻസിൽ ദൈവം അനുവദിക്കുന്നിടത്തോളം പങ്കുവയ്ക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മുടെ ഹൃദയത്തോട് ഇടപെടട്ടെ. നമ്മുടെ ഉള്ള സ്ഥിതി മനസ്സിലാക്കുവാൻ വ്യക്തിപരമായ ജീവിതത്തിലും സഭാ കൂടിവരവുകളിലും അത് മനസ്സിലാക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രോഗ്രാമിൻ്റെ ഒരു അല്പം ക്രമീകരണം മാറ്റം വരുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഭക്ഷണകാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ഒരു 100 പേരുടെ എണ്ണത്തിലായിരുന്നു ആദ്യം സംഘാടകരോട് പറഞ്ഞത്. പക്ഷേ പ്രതീക്ഷയിലപ്പുറം ആൾക്കാർ ഏകദേശം ഒരു 150ഓളം അടുത്ത ആൾക്കാർ വന്നിട്ടുള്ളത് കൊണ്ട് 50 പേരുടെ ഭക്ഷണം കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ദയവേത് സഹോദരി സഹോദരന്മാർ ഇപ്പോൾ തന്ന ബോട്ടിൽ വെള്ളം കുടിച്ച്, ഞങ്ങൾ വെള്ളം കുടിപ്പിക്കുകയല്ല, വെള്ളം കുടിച്ച് അല്പം കൂടി ഇരിക്കണം. 1:30 ഈ ക്ലാസ് അവസാനിക്കും. അരമണിക്കൂർ സഹോദരൻ കർത്തൃദാസൻ ജോർജ് മാത്യു ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അത് ദയവായിട്ട് നിങ്ങൾ ക്ഷമിച്ചിരിക്കണമെന്നറിയാം, അഭ്യർത്ഥിക്കുന്നു. കാരണം ഷുഗർ ഒക്കെയുള്ള രോഗികളായ ദൈവദാസന്മാർ, സഹോദരന്മാരൊക്കെ ഉണ്ട്. അവർക്ക് കൃത്യമായി ഭക്ഷണം കഴിക്കേണ്ടതാണ് എന്നറിയാമെങ്കിലും ഇന്നുണ്ടായ ഈ അസൗകര്യം കർത്തൃനാമത്തിൽ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് വളരെ ഷോർട്ട്, ഒരു അരമണിക്കൂർ കർത്തൃദാസൻ നമ്മളോട് തുടർന്ന് ദൈവത്തിൽ നിന്ന് സംസാരിക്കും. കർത്താവ് നമ്മെ ഇവരെയും സഹായിക്കുമാറാണ്. ഈ ക്ലാസിന്റെ അവസാനം കർത്തൃദാസൻ ശവമേൽ പാപ്പി മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെക്ഷനോടെ അവസാനിപ്പിക്കും. ഒട്ടും പ്രതീക്ഷിക്കാതെ ലഭിച്ച ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ലഭിച്ച ഈ വിശപ്പിൻ്റെ സമയത്തിനായിട്ടും നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം, ഇപ്പോൾ പഠിച്ചതിന് തൊട്ട് മുമ്പ് പഠിച്ചുകൊണ്ടിരുന്ന വിഷയം, അതിൻ്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞു. കർത്താവിനെ ദാഹിക്കുന്ന, കർത്താവിനെ ആഗ്രഹിക്കുന്ന ഒരു മണവാട്ടിയുടെ ഹൃദയം ഒരുക്കിയെടുക്കുകയാണ്. ഈ വിഷയം ഈ 1-2 ദിവസങ്ങൾ കൊണ്ട് തീരുകയില്ല. ഇത് കഴിഞ്ഞ ഒരു 10 വർഷമായി ദൈവം എൻ്റെ ഹൃദയത്തിൽ അല്പമല്പമായി തൻ്റെ സ്നേഹത്തിൽ എനിക്ക് പറഞ്ഞു തന്ന, എന്നെ ഊട്ടി എൻ്റെ ഹൃദയത്തെ രൂപപ്പെടുത്തിയ ചിന്തകളാണ്. ഏകദേശം അതേ അടുക്കിലാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ആദ്യം ദൈവം എന്നിൽ ഉണ്ടാക്കിയത് വിശപ്പ് മാത്രമാണ്. അപ്പോൾ വിശപ്പിന്റെ ഈ സമയത്ത് വാസ്തവത്തിൽ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നതും വയറ്റിലെ വിശപ്പ് അല്പം കയറി മേപ്പോട്ട് ഹൃദയത്തിലെ വിശപ്പായി തീരാനാ. ഒരിക്കൽ ആരാ പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല, എവിടെ വായിച്ചതാന്ന് തോന്നുന്നു. ഒരു മോള്, അവള് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ബൈബിൾ നന്നായി അറിയാവുന്ന, രക്ഷിക്കപ്പെടാത്ത തന്റെ പിതാവിന് വേണ്ടി ഈ മോള് എന്നും ഒരു പ്രാർത്ഥന മീറ്റിംഗ് വീട്ടിൽ തന്നെ നടത്തും. അപ്പോൾ മോളുടെ പ്രാർത്ഥന എന്നും ഇത്രയേ ഉള്ളൂ: കർത്താവേ, ഒരടി മേപ്പോട്ട് എന്നുവെച്ച് ആമേൻ പറഞ്ഞിരിക്കും. കൊച്ചു കുഞ്ഞാ. ഈ അപ്പൻ മോളുടെ താല്പര്യത്തിന് വന്നിരിക്കും, ഒരടി മേപ്പോട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് മോൾ ആമേൻ പറഞ്ഞു നിർത്തും. അപ്പം അപ്പനും സന്തോഷം, വലിയ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കത്തില്ല. അപ്പം അപ്പൻ രക്ഷിക്കപ്പെടാതെ ബൈബിളൊക്കെ ഒത്തിരി അറിയാവുന്ന ആളായിട്ട് ഇങ്ങനെ തുടരുകയാണ്. അപ്പം അനേക നാളുകളായി അപ്പാ പ്രാർത്ഥിക്കാം, ഞാൻ ഇന്ന് മീറ്റിംഗ് നടത്താൻ പോവുക. ഉടനെ അപ്പനും അമ്മയൊക്കെ വന്നിരിക്കും. വീണ്ടും മോള് പ്രാർത്ഥിക്കും, ദൈവമേ ഒരടി മേപ്പോട്ട്. മടുത്തു കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ ചോദിച്ചു, എന്നതാ കൊച്ചേ ഈ ഒരടി മേപ്പോട്ട്? അപ്പൊ പറഞ്ഞു,
ഈ വയറ്റിലുള്ള വിശപ്പ് ഹൃദയത്തിലേക്ക് വരണം, അല്ലെങ്കിൽ തലയിലുള്ളത് ഹൃദയത്തിലേക്ക് വരണം. ഒരടി താപ്പോട്ട്. പ്രിയമുള്ളവരെ, ആ വിശപ്പ്, ആ അവസ്ഥയിൽ ഞാൻ ഒരു കാര്യം കൂടെ പഠിച്ചു. എനിക്കൊന്നും കിട്ടിയില്ലേലും, എൻ്റെ കർത്താവ് എനിക്കൊന്നും പറഞ്ഞു തന്നില്ലേലും, അവന്റെ മുമ്പിൽ വിശപ്പോടിരിക്കുന്ന അവസ്ഥയുടെ അനുഗ്രഹം, കർത്താവ് അത് കണ്ടങ്ങ് തൃപ്തിപ്പെടുക. കർത്താവ് പറയാണ്, വിശക്കുന്നവനും ദാഹിക്കുന്നവനെ കുറിച്ച് എന്താ പറഞ്ഞേ? ഭാഗ്യവാൻ. അപ്പൊ വിശപ്പ് തീരുന്ന ദിവസം നിന്റെ എന്ത് തീർന്നു? നിന്റെ ഭാഗ്യവും തീർന്നു. പൗലോസിന്റെ അവസാന നിമിഷങ്ങളിലും പൗലോസിന്റെ വിശപ്പിന് ഒരു കുറവുണ്ടോ? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എന്ന് 8-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് 10-ാം വാക്യത്തിൽ പറയുക, ഒന്നറിയാൻ. ഓ സ്തോത്രം! ആ വിശപ്പിന്റെ അവസ്ഥ ഞാൻ ദൈവത്തെ തന്നെ ചോദിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഉറപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട്. മോനെ, അവൻ ഉത്തരം നൽകും. എന്നാൽ അതല്ല വിഷയം, നിന്റെ പ്രാർത്ഥന തന്നെ തൃപ്തി തരുന്നതാ. വിശപ്പുള്ള കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന അമ്മമാരുടെ തൃപ്തി, ഇനിയും വിശപ്പില്ലാത്ത കുഞ്ഞിന്, അല്ലെങ്കിൽ വിശന്നിട്ടും കഴിക്കാത്ത കുഞ്ഞിന് ഭക്ഷണം കൊടുക്കേണ്ടി വരുന്ന അമ്മയുടെ ദുസ്ഥിതി. വിശപ്പിന്റെ ഡയറക്ഷൻ. ഇന്ന് വിശപ്പില്ലാത്തത് കൊണ്ട് വിശപ്പല്ലെങ്കിലും ആകർഷിക്കാൻ പറ്റിയ പലതും നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊപ്പിക്കുന്നുണ്ട്. അങ്ങനെ വന്നതാണല്ലോ ഈ മാഗിയും ലേസും ഒക്കെ, ഇല്ലേ? എന്താ കുഴപ്പം? അകത്താരോഗ്യമില്ല. ഈ പറഞ്ഞതുപോലെ പതിര. ഞങ്ങളെ കളിയാക്കി പറയും, അകത്ത് മജിലില്ല, മസിലില്ലെന്ന്. കൊഴുപ്പ് മാത്രം. എന്താ പ്രശ്നം എന്നറിയാവോ? പല പ്രശ്നവും കൊഴുപ്പ് മാത്രം വന്നാൽ. ഒരല്പം ആരോഗ്യപരമായ കാര്യം ഞാൻ ഓടിച്ചങ്ങ് പറയട്ടെ. എന്തുകൊണ്ടാണ് സഹോദരന്മാരുടെ തടി പെട്ടെന്ന് കൂടാത്തതും സഹോദരിമാരുടെ തടി പെട്ടെന്ന് കൂടുന്നതും അറിയാമോ? സ്വാഭാവികമായി നാം കാണുന്നൊരു കാര്യമാണ്. മാത്രമല്ല, ചെറുപ്പക്കാരായിരിക്കുന്ന അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയും ജോലിയൊക്കെ ചെയ്യുന്ന പുരുഷന്മാർ അല്ലെങ്കിൽ യുവാക്കന്മാർ, അവര് നന്നായി കഴിക്കുന്നവരാ, പക്ഷെങ്കിൽ പെട്ടെന്ന് തടി വെക്കത്തില്ല. എന്നാൽ അതേ സമയത്ത് വീട്ടിൽ ഒതുങ്ങി കഴിയുന്ന വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്ന പെൺകുട്ടികൾ, അവർ കഴിക്കുമ്പോൾ അവരുടെ ശരീരത്തെ കൊഴുപ്പ് കയറും. പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം, ഒരു 35-40 കഴിഞ്ഞാൽ സഹോദരിമാർ പെട്ടെന്ന് തടി വെക്കുകയും പുരുഷന്മാർ അത്ര വേഗം തടി വെക്കുകയും ഇല്ല. എന്താ കാര്യം അറിയാവോ? അത് ദൈവമായിട്ടൊരു, അത് നിങ്ങളുടെ കുറ്റമൊന്നുമല്ല കേട്ടോ. ദൈവം ഈ പ്രാസംഗർ എപ്പോഴും അങ്ങോട്ട് അടിക്കുക. ഇത് അങ്ങനെയല്ല, ചില സത്യങ്ങൾ പറയുക. എന്താണെന്നറിയാവോ? ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ പുരുഷന്മാരിൽ മസിൽ ഉള്ള രീതിയിലും മസിൽ കൂടുതലുള്ള രീതിയിലും ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ സഹോദരിമാർക്ക് അങ്ങനെ മസിൽ ഉണ്ടാകത്തില്ല. അതിന് 2 എൻസൈംസ് അതിന് പുറകിലുണ്ട്. അതിന് രണ്ട് കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ ശരീരത്തിലുണ്ട്. ഒന്ന്, പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോൺ കൂടുതലുള്ളതുകൊണ്ട് പേശികൾ പെട്ടെന്നുണ്ടാകും. എന്നാൽ സഹോദരിമാരിൽ ടെസ്റ്റോസ്റ്ററോണിന് പകരം എതിരായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ കെമിക്കൽ അവരിൽ പെട്ടെന്നുണ്ടാകുന്നത് കൊണ്ടാണെന്ന് ഡോക്ടേഴ്സ് പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത്, പേശി ഇല്ലെങ്കിൽ ഊർജത്തെ കത്തിക്കുവാനും നിനക്ക് കഴിവില്ലാതായി തീരും. എന്നുവെച്ചാൽ ആത്മീക വ്യായാമം ചെയ്യണമെങ്കിൽ നിനക്ക് അകത്ത് പേശി ഉണ്ടായിരിക്കണം. അകത്ത് പേശി ഉണ്ടാകണമെങ്കിൽ പേശി ഉണ്ടാകുന്ന പോഷകാംശങ്ങൾ നീ കഴിക്കണം. അത് ദൈവവചനത്തിൽ ക്രിസ്തുവിലല്ലാതെ വേറെ ഒന്നും ലഭിക്കുകയില്ല. അപ്പം നിന്റെ ആഹാരത്തിലും നിനക്കൊരു ഡയറക്ഷൻ ഉണ്ട്. ഇന്നോട്ട് ഞാനത് പറയാം. ഞാൻ വീട്ടിൽ ചെന്നപ്പം, നമ്മുടെ സഹോദരൻ്റെ വീട്ടിൽ ചെന്നപ്പം മോന് രാവിലെ ആഹാരം കഴിക്കും. ഞാൻ പറഞ്ഞു, എന്നാ മോനെ? അത് ഇച്ചിരി ഡയറ്റിംഗ് ഒക്കെ. നമ്മൾ രാവിലെ കഴിക്കണം കേട്ടോ. മാത്രമല്ല 3 നേരവും പോഷകാംശത്തിൽ മാംസ്യം ഉണ്ടായിരിക്കണം. മാംസ്യം എന്ന് പറയുമ്പോൾ മാംസം അല്ല, മാംസത്തിൽ മാംസ്യമുണ്ട്. എന്നാൽ മാംസ്യം ലഭിക്കുന്നത് 3 നേരം ഉണ്ടായിരിക്കണം. നീ ചെറുപ്പക്കാരനാണ്, നീ വ്യായാമം ചെയ്താൽ പേശി ഉണ്ടാകും. പക്ഷെ മാംസ്യം ഇല്ലെങ്കിൽ പേശി ഉണ്ടാവത്തില്ല. അപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ നിന്റെ ഉള്ള പേശിയും കൂടെ പോകും. ഇതൊക്കെ ഞാൻ പറയുന്നത് വെറും മെഡിക്കൽ സയൻസാണ്, ഞാൻ ഡോക്ടറൊന്നുമല്ല. എന്നാൽ ഇത് സത്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇതേ പ്രശ്നം നമുക്കിവിടെയുണ്ട്. ക്രിസ്തുവിനെ ഭുജിക്കാത്ത മുഖാന്തരം ആത്മീക വ്യായാമത്തിലും നമുക്ക് ആത്മീക പേശി ഉണ്ടാകുന്നില്ല. ആത്മീക പേശി ഉണ്ടാകാത്തത് കൊണ്ട് അറിവ് കത്തണ്ടടുത്ത് അറിവ് ചീർപ്പിക്കുക. രോഗം പിടികിട്ടുന്നുണ്ടോ?
നമ്മൾ കഴിച്ചതിന്റെയൊക്കെ ഇരട്ടി നമ്മുടെ പിതാക്കന്മാർ കഴിച്ചിരുന്നു. അവർക്ക് പ്രശ്നമില്ലാതെ പോയതിന്റെ കാരണം അവർ ക്രിസ്തുവിനെ നഷ്ടപ്പെടാതെ ഊർജം സംഭരിച്ചു. അപ്പൊ രണ്ടും കൂടെ കത്തും. ഇന്ന് കത്തിക്കേണ്ടവൻ ഇല്ല. പ്രിയമുള്ളവരെ, ഒരു യാഗപീഠത്തിൽ തീയുണ്ട്, വിറകുണ്ട്, അത് ഊർജമാണെങ്കിൽ അവിടെ എന്തുണ്ട്? ഒരു യാഗ വസ്തുവുണ്ട്. ക്രിസ്തുവില്ലാതെ ഒരു യാഗപീഠം നീ കത്തിച്ച പുകയത്തേ ഉള്ളൂ. ദൈവം മണക്കുന്നത് ആ പുകയിൽ നിന്നും വരുന്ന യാഗമൃഗത്തിന്റെ മണമാണ്. തന്റെ പുത്രനെയാ താൻ മണക്കുന്നത്. ഇന്ന് ആരാധനയിലെ ക്ഷാമത്തിനൊക്കെ പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞല്ലോ. ഈ എംപ്റ്റിനെസ്, അതിന്റെ കാതൽ, അതിന്റെ പിൻ പോയിന്റ്, അതിന്റെ കൃത്യമായ സ്ഥലം, ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ദിശ വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഞാൻ വിചാരിക്കുന്ന ആഹാരത്തിലും സഹോദരി സഹോദരന്മാർക്ക് ഒരു ദിശ ഉണ്ടാകുമെന്ന. കുറെ വെട്ടിയടിക്കുകയല്ല ഇനിയും ചെയ്യേണ്ടത്. അറിയത്തില്ല എന്തോ കഴിക്കണമെന്ന്. ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ ഞാനങ്ങ് മിണ്ടാതിരിക്കും, കഴിച്ചുകൊണ്ടിരിക്കുകയല്ല. അന്നേരം പറഞ്ഞാൽ ഉള്ള കഴിപ്പം കൂടെ നിന്നു പോകും. എന്നാൽ ചെറുപ്പക്കാരോടൊക്കെ ഞാൻ കുറച്ചൊക്കെ പറയും, അവർക്ക് കാര്യം കുറച്ചുകൂടെ പിടികിട്ടും. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എനിക്ക് പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു എന്ന ദിശ നമ്മുടെ വചനപഠനത്തിൽ, സ്നേഹത്തിൽ, അധ്വാനത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ ഒക്കെ വരത്തക്കവണ്ണം നാം ശ്രമിക്കുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം സ്വതവേ ഉണ്ടാകാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു നിർത്തിയത് എങ്ങനെ സുവിശേഷം പറയണമെന്നുള്ളതാണ്. സുവിശേഷം പറയുമ്പോൾ ഒരു പാപി ക്രിസ്തുവിൽ ആകർഷിക്കപ്പെട്ടാണ് വരുന്നതെങ്കിൽ അവൻ വരുന്നതേ ക്രിസ്തുവിന് വേണ്ടിയാ. അവൻ അത് തന്നെ തുറന്നും അന്വേഷിക്കും. എന്റെ അച്ചായനെ അറിയുവാനായിരിക്കും, അല്ലെങ്കിൽ ആ ഭാര്യ അച്ചായനിൽ, അല്ലെങ്കിൽ ആ ഭർത്താവിൽ, അല്ലെങ്കിൽ മണവാളനിൽ ആകർഷിക്കപ്പെട്ടാണ് വരുന്നതെങ്കിൽ മണവാളനെ തന്നെ അന്വേഷിക്കുന്ന ഡയറക്ഷൻ ആ സ്ത്രീക്കുണ്ടാകും. അങ്ങനെ അവൻ ക്രിസ്തീയ ലോകത്തിലേക്ക് വരുമ്പോൾ അവന്റെ ഓട്ടം തുടങ്ങുകയാ, ഓട്ടം അവസാനിക്കുകയല്ല. വിവാഹിതരായി കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞാട്ടെ, കുടുംബജീവിതം സ്വസ്ഥമാണോ? സ്വസ്ഥം ഗ്രഹവർണം എന്നൊക്കെ ചുമ്മാ പറയുന്നത് അല്ലേ. കുടുംബജീവിതത്തിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹോദരന്മാർക്ക് ഒത്തിരി അധ്വാനമുണ്ട്, സഹോദരിമാരുടെ അധ്വാനമാണെങ്കിൽ പറയുകയും കൂടെ വേണ്ട. ഇത്രയൊന്നും പ്രതീക്ഷിച്ചല്ല പലരും കല്യാണം കഴിക്കുന്നേ. കഠിനാധ്വാനമാ. പൗലോസ് പറയുന്നത്, ഈ ഭാര്യ എപ്പോഴും ചിന്തിക്കുന്നത് തന്റെ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാവുന്നു. ഞാൻ പറയുന്നത് എങ്ങനെ നേടാമെന്നാ ഇവർ രണ്ടുപേരും ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു നേട്ടം വിവാഹത്തിന് ശേഷം ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. ദൈവവചനം that I may win Christ. ഇനി മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മുടെയൊക്കെ പലരുടെയും ലക്ഷ്യം വളരെ അസ്ഥാനത്തായി പോയത് കൊണ്ട് പലപ്പോഴും നാം ക്രിസ്തുവിനെ അല്ല നേടിക്കൊണ്ടിരിക്കുന്നത്. ഈ വിവാഹാലോചനയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അനേക ചിന്തകളാൽ ഞാനിങ്ങനെ നിറയുകയാണ്. ഒരു ക്രമം വെച്ച് അങ്ങോട്ട് പോകണമല്ലോ, അതുകൊണ്ട് ഞാൻ പിടിച്ചു നിർത്തുക തന്നെ. നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യത്തെ വിവാഹാലോചന അത് ഇസ്ഹാക്കിനുള്ള ആലോചനയായിരുന്നു അല്ലേ. ആ വേദഭാഗം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ, അബ്രഹാം തന്റെ ദാസനെ വിളിക്കുന്നു. ദാസൻ അവിടെ എലിയാസറാണെന്ന് എഴുതിയിട്ടില്ല, എന്നാൽ എലിയാസറാണെന്ന് നമ്മൾ പൊതുവെ ചിന്തിക്കുന്നു. ആകാനും ആകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒന്നും നിങ്ങൾ മനസ്സിലാക്കുക, അത് എലിയാസറാണെന്ന് എഴുതിയിട്ടില്ല. നമ്മൾ എലിയാസറാണെന്ന് തീർത്തങ്ങ് പറഞ്ഞു പോകാൻ പോകും. എന്തായിരുന്നാലും എലിയാസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, ഈ ദാസനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് 2-3 കണ്ടീഷൻസ് പറഞ്ഞു. ഒന്ന്, എന്റെ മോന് വേണ്ടി നീ ഒരു പെൺകുട്ടിയെ അന്വേഷിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ചാർച്ചക്കാരുടെ ഇടയിൽ എവിടുന്ന് വേണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? മൂന്നാമത്തെ കണ്ടീഷൻ, എന്റെ ചെറുക്കനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്, പെണ്ണ് ഇങ്ങോട്ട് വരണം. ഈ കണ്ടീഷൻ പലത് പറഞ്ഞപ്പോൾ ദാസൻ എല്ലാം കാതോർത്ത് കേൾക്കുക. ഓ, നമ്പർ 1 ഒക്കെ മനസ്സിലായി, നമ്പർ 2 പിടികിട്ടി. നമ്പർ 3 പറഞ്ഞപ്പോൾ ഈ ദാസൻ അങ്ങോട്ടൊരു സംശയം പറയുക, യജമാനനെ പെണ്ണ് വന്നില്ല, ഞാൻ എന്തോ ചെയ്യും? അപ്പോൾ അബ്രഹാം പറഞ്ഞു, നീ വിഷമിക്കണ്ട, നീ എന്നാൽ ഈ ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഒഴിവാക്കുക. എന്ന് വെച്ചാൽ നിന്റെ മേൽ ഒരു കുറ്റവും ഞാൻ ചുമത്തുകയില്ല. പക്ഷെ നിന്റെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിവാഹാലോചന കഴിയുമ്പോൾ പെണ്ണ് വരും, ദൈവം അങ്ങനെ ചെയ്യും, നീ പോ. അപ്പോൾ 3 കണ്ടീഷനോടുകൂടെ ഈ വ്യക്തി പോവുകയാണ്. ഞാൻ ആ സ്ഥാനത്തേക്ക് സുവിശേഷം, പ്രത്യേകാൽ സുവിശേഷം അറിയിക്കുന്ന എല്ലാ വിശ്വാസികളെയും അങ്ങോട്ട് വെക്കുക. ഇതാ കണ്ടീഷൻ സ്വർഗത്തിലെ ദൈവം തരുന്നത്. എന്താണെന്നറിയാമോ? നീ സുവിശേഷം പറയണം. സുവിശേഷം പറയുമ്പോൾ ആ സുവിശേഷത്തിലെ ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് ഈ ചെറുക്കൻ വരണം. ഈ ദാസൻ അങ്ങോട്ട് പോകുമ്പോൾ എന്തുവാ ധ്യാനിക്കുന്നേ?
ഞാൻ പറഞ്ഞ ഒരു പെണ്ണൊക്കെ വീട് വിട്ട് വരിക എന്ന് വെച്ചാൽ ഇല്ലേ എളുപ്പമാണോ? ഒന്നാമത് അന്നത്തെ കാലത്ത് നമുക്ക് ഈ ബയോഡാറ്റയും കൊടാക്ക് ഫോട്ടോയും ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്തോ ഇസ്ഹാക്കിനെ കുറിച്ച് അപ്പോൾ ഇസ്ഹാക്കിനെ കുറിച്ച് പറയുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഇസ്ഹാക്കിനെ കുറിച്ച് അത്യുത്തമമായ ഒരു ചിത്രം കിട്ടണം. എന്നിട്ട് ആ ചിത്രം അവൾ കണ്ട് ഇസ്ഹാക്കിനാൽ ആകർഷിക്കപ്പെട്ട് എന്റെ കൂടെ പോരുന്നോ കൊച്ചേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറിച്ചിട്ടതുപോലെ വരണം. അങ്ങനെ വരത്തക്കവണ്ണം ഈ വിവാഹാലോചനയെ പ്രോഗ്രസ് ചെയ്യിപ്പിക്കണം. ഇല്ലേ? അങ്ങനല്ലേ അവൻ ഒരുങ്ങുന്നേ? അങ്ങനല്ലേ ഒരുങ്ങേണ്ടത്? കാരണം എന്താ? ഈ 3 കണ്ടീഷനിൽ ഏറ്റവും പ്രയാസമുള്ള കണ്ടീഷൻ പെണ്ണ് വീട് വിടുക എന്നുള്ളതാ. അപ്പോൾ ഇസ്ഹാക്ക് ഈ ദാസൻ ധ്യാനിക്കുകയാണ്, ഞാൻ എന്ത് പറയണം, എന്തെല്ലാം പറയണം, എവിടെ ഊന്നണം? ഇസ്ഹാക്കിന്റെ മനോഹരത്വം. ഇസ്ഹാക്കിന്റെ മനോഹരത്വം ഒന്നേന്നൊക്കെ തുടങ്ങിയാൽ ഇഷ്ടം പോലെയാ. എന്നാൽ അതിൽ തന്നെ ഏറ്റവും മനോഹരമായിരിക്കുന്നത് എന്താണ്? ഇതൊക്കെയല്ലേ ചിന്തിക്കേണ്ടത്. അതെന്തൊക്കെയാണ് അവിടെ ദാസൻ പറഞ്ഞതൊന്നും എഴുതിയിട്ടില്ല. ദാസൻ പറഞ്ഞ കാര്യങ്ങൾ 1-2 കാര്യങ്ങളെ അവിടെ എഴുതിയിട്ടുള്ളൂ ബൈബിളിൽ. എന്നാൽ ഞാൻ നിങ്ങളോട് ന്യായമായി ചോദിക്കുക, ഇസ്ഹാക്കിന്റെ ഏതൊക്കെ ഗുണങ്ങളായിരിക്കും താങ്കളെയാണ് വിടുന്നതെങ്കിൽ പറയുന്നത്? ഓടിച്ചങ്ങോട്ട് പറയാമല്ലോ. എന്തൊക്കെയാ? എന്തോ? അനുസരണം, പിന്നെ ഇഷ്ടം പോലെ പറഞ്ഞാട്ടെ. മഹാസമ്പന്നൻ, അമേരിക്കക്കാരനാണെന്നല്ലേ? ദൈവഭക്തി, പിന്നെ ആദ്യജാതൻ, പിന്നെ 100ാമത്തെ വയസ്സിൽ ദൈവം കൊടുത്തവനല്ലേ? ദൈവം ഇന്റർസീഡ് ചെയ്ത് കൊടുത്തവൻ, പിന്നെ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടുവാൻ കാരണഭൂതനാകുവാൻ ഈ വ്യക്തിയെ ദൈവം എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എന്തോ എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം അടുക്കടുക്കായിട്ട് ഈ ദാസൻ പറഞ്ഞു കാണും അല്ലേ? എന്നാൽ അതിലേറ്റവും ഊന്നുവാൻ, അവൻ ഏറ്റവും സൗന്ദര്യമുള്ളവനായി തീരുവാൻ ഇടയുള്ള, അല്ലെങ്കിൽ ഇവിടെയായിരിക്കും ഈ പുരുഷൻ അത്യുത്തമനായ പുരുഷനെന്ന് റിബേക്കയ്ക്ക് തോന്നുവാൻ സാധ്യതയുള്ളത് എന്ന് ഈ ദാസൻ ചിന്തിക്കേണ്ടിയ മേഖല ഏതാ? എന്റെ ചോദ്യം മനസ്സിലായോ? അതോ ഇന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണെന്നാണോ? എന്റെ ചോദ്യം, ഇസ്ഹാക്കിന്റെ ഒന്നൊന്നിന് മെച്ചമായ ഗുണങ്ങളാണ്. അതിലേത് ഗുണമാണ് ഏറ്റവും കൂടുതൽ ഈ ദാസൻ എംഫസൈസ് ചെയ്യേണ്ടത്, ഊന്നേണ്ടത്? അല്ലെങ്കിൽ എവിടെയായിരിക്കും ഇസ്ഹാക്ക് ഏറ്റവും കൂടുതൽ സുന്ദരനായി തോന്നുന്നത്? ഇപ്പൊ തന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പത്തനാപുരത്ത് വളർന്നു, പിന്നെ ബോംബെയിൽ 1-2 വർഷം പഠിച്ചു, മർത്തോമ പശ്ചാത്തലമായിരുന്നു, പിന്നെ നെടുമ്പറമ്പിൽ കുടുംബമാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാം. അതിൽ തന്നെ ആ ഒരു വിവാഹാലോചന പറയുമ്പോൾ നമ്മൾ ഒരു ചെറുക്കനെ കുറിച്ച് എവിടെങ്കിലും ഒന്ന് ഊന്നുമില്ലേ? ഈ ഒരു ഗുണം മറ്റൊരു പയ്യനിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, കൊച്ചെ നീ കല്യാണം കഴിച്ചാ നിനക്ക് സന്തോഷമായി ജീവിക്കാം എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ ഇസ്ഹാക്കിൽ അതെന്താ? ഞാൻ വിശ്വസിക്കുന്നത് 100-120 വയസ്സുള്ള ഈ അപ്പൻ തന്റെ മകനെ യാഗം അർപ്പിക്കുവാൻ പോയപ്പോൾ, തുടങ്ങിയപ്പോൾ ആ മകൻ മനസ്സോടെ തന്നെ ഏൽപ്പിച്ചു. അത് നിങ്ങൾ കാണണം. ആ വ്യക്തിത്വം, 10-20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അതിന് തയ്യാറാകുന്ന ഹൃദയം. ഇനി ഒരു സംശയം, ഇസ്ഹാക്കിന് താനാണ് യാഗം അർപ്പിക്കാൻ പോകുന്നതെന്ന് അറിയാമായിരുന്നോ? അത് തർക്ക വിഷയം ഇല്ലായിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന അറിയാമായിരുന്നു എന്നാ. ഇപ്പൊ പ്രശ്നം ഉണ്ടാവും, എനിക്കറിയാം. സംശയം ഉണ്ടായിരുന്നു. സംശയമുണ്ട്. ഒരാൾ ഒരു ഇച്ചിരി എന്നോട് അടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ ഉൽപ്പത്തി 22-ന്റെ 8-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് തന്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യം അവിടെ എഴുതുന്നുണ്ട്. അവിടെ സംഭവിക്കാത്ത, അല്ലെങ്കിൽ അവിടെ സംഭവിച്ച കാര്യത്തിൽ തന്നെ തന്റെ ഒരു അഭിപ്രായം താൻ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി 22-ന്റെ 8. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവരൊരുമിച്ചല്ല, 2ആയിട്ട് നടന്നു എന്ന് നമ്മൾ ചിന്തിക്കുവോ? നമ്മൾ അങ്ങനെ ചിന്തിക്കത്തില്ലല്ലോ. നമ്മളെങ്ങനെ ചിന്തിക്കും? അവരൊരുമിച്ച് നടന്നേ?
ചിന്തിക്കൂ. എന്നാൽ അവിടെ എടുത്തു പറഞ്ഞിരിക്കുക അവർ ഒരുമിച്ച് നടന്നു. കാരണം ആ ഒരു പോയിന്റ് ഒരുമിച്ച് നടക്കാനുള്ള സാധ്യത ഇല്ലാതിരിക്കുന്ന പോയിന്റാ. എന്താ പോയിന്റ്? ഈ ഇസ്ഹാക്ക് ഇഷ്ടം പോലെ യാഗമൊക്കെ കണ്ടിട്ടുണ്ട്. ഇസ്ഹാക്ക് ഈ 3 ദിവസം മിണ്ടിയില്ല കേട്ടോ. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി ഇസ്ഹാക്ക് ക്ഷമിച്ചിരിക്കുക. അവസാനം മല കയറാൻ തുടങ്ങിയപ്പോൾ ഇസ്ഹാക്കിന് ഒരു രക്ഷയില്ല. എന്നിട്ട് അവസാനം അപ്പനോട് ചോദിച്ചു, അപ്പ ഇതെന്നാ പരിപാടിയാ? കത്തിയും തീയും വിറക് കൊണ്ട് കുഞ്ഞാട് എന്ത് ചെയ്യും? അത് ദൈവം കരുതിക്കൊള്ളു. അത് ഉടനെ ഇസ്ഹാക്ക് അങ്ങ് മിണ്ടാതെ, നമ്മളാണ് മിണ്ടാതെ പോവോ? അവിടെ വെച്ച് ഇസ്ഹാക്കിന്റെ കാര്യം മനസ്സിലായി എന്ന പരിശുദ്ധാത്മാവ് മറ്റൊരു ഭാഷയിൽ പറയാ. അവർ ഒരുമിച്ച് ഇനി നടക്കത്തില്ല, പക്ഷെ അവർ ഒരുമിച്ച് നടന്നു. ഇനി ഞാൻ വേറെ കുത്തി പറയാം. മരുഭൂമിയിൽ കിട്ടാൻ എളുപ്പം കുഞ്ഞാടാണോ വിറകാണോ? ദൈവം കരുതിക്കൊള്ളുമെങ്കിലേ പിന്നെന്തിനാ വിറക്? ഇത്ര അങ്ങ് കരുതുന്ന ആളാണ് ദൈവമെങ്കിൽ ഈ വിറകും തീയും മരുഭൂമിയിൽ കുഞ്ഞാടിനേക്കാളും കൂടുതൽ കിട്ടുന്ന സാധനമാണ്. അതെല്ലാം അങ്ങൂന്ന് ചുമന്ന് 3 ദിവസമായിട്ട് ഈ മെനക്കേട് ഞാൻ കാണുന്നുണ്ട്. ഈ തീ കെടാതെ 3 ദിവസം അപ്പച്ചൻ ഊതിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുക. എന്നിട്ടിപ്പം സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ നാണ്ട കുഞ്ഞാടില്ലെന്ന്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ 50 പേർക്കുള്ള ഊണില്ല. ഒരു കൂട്ടത്തിൽ പറഞ്ഞതേ. ഞാൻ പറഞ്ഞത് കുഞ്ഞാട് എവിടെ? ഞാനൊരു അടുത്ത ചോദ്യം കൂടെ ചോദിക്കാം. ഈ ആത്മീക ക്ഷാമത്തിൽ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഉപദേശി, ശുശ്രൂഷകനെ, നീ എല്ലാം ഇവിടെ തരുന്നുണ്ട്, നല്ല ചൂടാ, പക്ഷെ ഒരു സാധനം മാത്രമില്ല. എന്താ? ക്രിസ്തു. അന്ന് അബ്രഹാം കരുതിക്കൊള്ളൂ എന്ന് പറയാൻ കാരണം കർത്താവായ യേശു ക്രിസ്തു വരാൻ പോകുന്നേ ഉള്ളൂ. എന്നാൽ ഇന്നും അങ്ങനെയാണോ? ഇന്നും അങ്ങനെയാണോ പറയേണ്ടത്? അവൻ കരുതി കഴിഞ്ഞില്ലയോ? അവൻ കഴിഞ്ഞെങ്കിൽ ധാരാളമായി നമുക്ക് ലഭിക്കേണ്ടതല്ലയോ? പൗലോസ് തന്നെ ഒരു ഹയർ റാങ്കിൽ പരിചയപ്പെടുത്തുന്ന ഒരു വാക്യം ഞാനിന്ന് ശ്രദ്ധിച്ചു. അതായത്, ഞാൻ ആരാണെന്നറിയാമോ? അത് ഇത് വായിച്ചാൽ നിങ്ങൾക്കറിയാം ഞാൻ ആരാണെന്ന്. അങ്ങനെ പൗലോസ് പറയുന്ന ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? എന്താ പറഞ്ഞേ? അത് നിങ്ങൾ വായിച്ചാൽ എനിക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്തുമാത്രം ധനികനാണ് ക്രിസ്തു സംബന്ധമായി എന്ന് എന്നെ തന്നെ പരിചയപ്പെടുത്തി എന്നിലേക്ക് നിങ്ങളെ ആകർഷിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പൗലോസ് പറയാം. എന്താ കാര്യം? എൻ്റെ അടുത്ത് വന്ന കർത്താവിനെ തരാൻ എൻ്റെ പക്കലുണ്ട് എന്ന് പൗലോസ് പരിചയപ്പെടുത്തുകയാണ്. എനിക്കുള്ള ബോധം നിങ്ങൾ അറിയും, അത് വായിച്ചു നോക്കിയാൽ മതി എന്ന് പൗലോസ് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ഇസ്ഹാക്കൻ അവിടെ വെച്ച് ഇനി ഒരു സംശയമേ ഉണ്ടായുള്ളൂ എന്ന് ഇരിക്കട്ടെ, ഞാൻ വിശ്വസിക്കുന്ന മനസ്സിലായെന്ന സംശയമേ ഉണ്ടായുള്ളൂ എന്ന് ഇരിക്കട്ടെ. ഈ അബ്രഹാം വിറക് എടുത്തപ്പം എന്തുമാത്രം വിറക് എടുത്തു കാണും? ഒരു കുഞ്ഞാടിനെ കത്തിക്കാനുള്ള വിറകാണോ എടുത്തത്, അതോ ഒരു മനുഷ്യനെ കത്തിക്കാനുള്ള വിറകാണോ എടുത്തേ? തന്റെ കുഞ്ഞിനെ കത്തിക്കാനുള്ള വിറക് എടുക്കണം. ഇനി ആ വിറക് ഒരു ആടിനെ കത്തിക്കാനുള്ള വിറക് ചുമക്കണമെങ്കിൽ ഈ ബാലൻ എന്തുമാത്രം ആരോഗ്യവും ബലവും ഉണ്ടായിരിക്കണം. പണ്ടത്തെ സൗരന്മാരോട് ചോദിച്ചാൽ അറിയാം ഒരു 10 കിലോ ചുമക്കുന്നതിന്റെ പാട്. ഇന്നത്തെ ആൾക്കാർക്ക് അതറിയില്ല. ഞാൻ പലപ്പോഴും ബോംബെയിലൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളൊരു 10 കിലോ തലേ ചുമ്മിയിട്ടുണ്ടോ? മിക്കവാറും ചുമ്മിയിട്ടില്ല. ആൾക്കാർക്ക് ഒരു പിടുത്തവും ഇല്ല. ഇതെന്തോ ഈ ചുമ്മാടെന്നൊക്കെ പറഞ്ഞു. പിള്ളേർ ഇന്നത്തെ കാലത്ത് ബാഗ് തൂക്കും. അപ്പോൾ നല്ല ഭാരമാണ് ഒരു ആടിനെ കത്തിക്കാനുള്ള വിറക് ചുമക്കണമെങ്കിൽ. എന്നാൽ ഇവനിതാ ഒരു പുരുഷനെ മുഴുവൻ കത്തിക്കാനുള്ള വിറകും ചുമന്ന മല കയറി സുഖമായിട്ട് അപ്പനോട് വർത്തമാനം കൂടെ പറയുക. നല്ല ആരോഗ്യമുള്ളൊരു പുരുഷൻ. ഇവൻ അവിടെ ചെന്നു, അപ്പന് വിറകെല്ലാം അടുക്കി. മകനെ അറക്കുന്നതിന് മുമ്പ് അപ്പനൊരു കാര്യം ചെയ്തു. അതെന്തുവാ? എന്തോ? മകനെ കെട്ടി. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ആത്മാവ് അത് എഴുതുവാൻ നിർബന്ധിക്കപ്പെട്ടതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇസ്ഹാക്ക് സ്വയമായി തന്നെ കൊടുക്കാതെ ഇത്ര ആരോഗ്യമുള്ള ഈ പുരുഷനെ അബ്രഹാമിന് കെട്ടാൻ കഴിയുമോ? നേരത്തെ അറിഞ്ഞില്ല, സംശയമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിരിക്കട്ടെ. മകനെ കയറ് വെച്ച് കെട്ടാൻ മകന്റെ ഒരു സഹകരണമില്ലാതെ ഈ വൃദ്ധന് കഴിയുമോ? എന്റെ ചോദ്യമാണ്. മുഴുവൻ സഹകരണവും ഈ മകന്റെ ലഭിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
കാരണം അത്ര ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരനാണെന്നുള്ളത് ഇതിനോടകം നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. മാത്രമല്ല, അവർ മടങ്ങിപ്പോകുമ്പോൾ സന്തോഷിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഞാൻ വിശ്വസിക്കുന്നത് അബ്രഹാം 2 വിധത്തിൽ സന്തോഷിച്ചു. ഒന്ന്, ദൈവം കരുതി. എന്നാൽ രണ്ടാമത്തെ സന്തോഷം എന്താണെന്നറിയാവോ? എൻ്റെ മകൻ അവൻ യാഗത്തിനായി ഞാൻ പിടിക്കുമ്പം നിന്നു തരുമെന്ന് എൻ്റെ ജീവിതത്തിൽ. ഇന്ന് നമ്മുടെ മകനെ കുറിച്ച് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ നമുക്കത് ഞെട്ടലായിരിക്കും അല്ലേ? ഇപ്പം ഒരു 100 വയസ്സുള്ള അപ്പൻ, പിതാവ്, അപ്പച്ചനല്ല പിതാവ്, കിഡ്നി 2 പോയി. മകൻ പറയാ, അപ്പൻ ജീവിച്ചാലും 1 വർഷമൊക്കെ ജീവിക്കൂ, എന്നാൽ എൻ്റെ ഒരു കിഡ്നി തരാൻ തയ്യാറാ. ഞെട്ടുകയല്ലേ നമ്മള്? ഞെട്ടുകയല്ലേ? ഇവിടെ ഇതാ ഒരു കിഡ്നി അല്ല കൊടുക്കണം, ഇവരെന്തുവാ? മരിക്കാൻ തയ്യാറാകുക. ആ പുരുഷന്റെ മനോഹരത്വം, സൗന്ദര്യം കാണാനാണ് ഞാനിത് പറഞ്ഞത്. ഇതൊരു പെൺകുട്ടി കേട്ടാൽ അവൾ എന്തുവാ കാണുന്നേ? എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന്. റിബേക്ക കാണുന്നത് ഒരു സംഭവമല്ല, സംഭവത്തിന്റെ റിപ്പോർട്ടല്ല. ആ സംഭവത്തിലെ പുരുഷന്റെ ഹൃദയം, അവന്റെ മനോഹരത്വം കാണുകയാണ്. നാളെ മരിക്കുവാനുള്ള ഈ പ്രായമുള്ള അപ്പച്ചന് വേണ്ടി മരിക്കുവാൻ തയ്യാറായ ചെറുപ്പക്കാരൻ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ബന്ധമെന്ന് ലോകം മുഴുവനും ഒരുപോലെ സമ്മതിക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അവന്റെ ഭാര്യയായി ഞാൻ തീർന്നാൽ എനിക്ക് വേണ്ടി എത്രയോ അധികം ഇസ്ഹാക്ക് തന്റെ ജീവനെ വെച്ചു കൊടുക്കും. എനിക്കങ്ങനെ പറയാമോ? അതുകൊണ്ടാണല്ലോ ദൈവവചനം പറയുന്നത്, മരിച്ചവരും പാപികളും ദുഷ്ടന്മാരും അകന്നവരുമായിരുന്ന നമുക്ക് വേണ്ടി അപ്പോൾ മരിച്ചവൻ ഇപ്പോൾ എത്രയധികം നമ്മളെ സ്നേഹിക്കും. നമുക്കത് മനസ്സിലാകുന്നില്ലേ പ്രിയമുള്ളവരെ? ഞാൻ വിശ്വസിക്കുന്ന ഇസ്ഹാക്കിന്റെ അനേക സൗന്ദര്യം, അനേക ബയോഡാറ്റ, അനേക ഗുണങ്ങളിൽ ഈ ഗുണം ഒരു പെൺകുട്ടിക്കും തള്ളിക്കളയുവാൻ കഴിയാത്ത ഒരു ഗുണമാണ്. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ അവന്റെ ഏറ്റവും കൂടുതൽ മനോഹരത്വം വ്യക്തമാകുന്ന ഭാഗം ഏതാ? ഹല്ലേലൂയ. അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ, എനിക്ക് പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു അതിസുന്ദരനാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ക്രൂശിൽ അവൻ സുന്ദരനായതുപോലെ, അവന്റെ സൗന്ദര്യം വഴിഞ്ഞ് ഒഴുകിയതുപോലെ മറ്റെങ്ങും ഒഴുകിയിട്ടില്ല, ഒഴുകുകയുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നാം സ്വർഗത്തിൽ അവനെ മഹത്വത്തോടുകൂടെ കാണുമ്പോഴും അവന്റെ മഹത്വം ക്രൂശിലെ പറഞ്ഞ് ആരാധിക്കുന്നേ ആണോ? ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ച് പാടി പറഞ്ഞ് ആരാധിക്കുന്നേ. കാരണം ഇവന്റെ സൗന്ദര്യം പുറത്തിറങ്ങി വന്നത് ക്രൂശിലാണ്. ഇതാണ് പ്രിയമുള്ളവരെ ഇസ്ഹാക്കിനെ കുറിച്ച് റിബേക്കയ്ക്ക് കിട്ടിയത്. അത് കേട്ടിട്ട് റിബേക്ക പറഞ്ഞത്, ഞാൻ പോവുക, എനിക്ക് മണ്ടത്തരം കളിക്കാൻ പറ്റത്തില്ല, ഇവനെ പോലൊരു പുരുഷൻ വേറെയില്ല. എന്റെ സമയം തീർന്നല്ലോ. 5 മിനിറ്റ് ഞാൻ ഓടിച്ച് ഒരു ഒറ്റ ചോദ്യം കൂടെ ചോദിക്കാം. കർത്താവായ യേശു ക്രിസ്തു താൻ ഏറ്റവും കൂടുതൽ സുന്ദരൻ എന്ന് അവകാശപ്പെട്ട ഭാഗം ഏതാണ്? താൻ ഏകജാതനാണെന്ന് പറഞ്ഞു, താൻ പുത്രനാണെന്ന് പറഞ്ഞു, താൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു, താൻ രാജാവായി വരുമെന്ന് പറഞ്ഞു, താൻ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞാൽ 12 ലഗ്യോനിലധികം ദൂതന്മാർ വരുമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ കർത്താവ് അനേക കാര്യങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. എനിക്ക് എന്റെ ജീവനെ എടുക്കുവാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അനേക കാര്യങ്ങൾ കർത്താവ് ക്ലെയിം ചെയ്യുന്നു. ഇവിടെ എല്ലാം അവന്റെ ഗുണം, അവന്റെ മനോഹരത്വം വ്യക്തമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ അവൻ തന്നെ പറയുന്നു, ഇതുപോലെ ആകർഷണീയമായി മറ്റൊരു ഭാഗം എന്റെ ജീവിതത്തിലില്ല. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ആകർഷണീയനായിരിക്കും. ആ ഭാഗം ഏതാണ്? എന്തോ? പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നു, താഴ്മയിൽ. അവൻ അവകാശപ്പെട്ടത് വേണം കേട്ടോ. ഒന്ന് വായിച്ചാട്ടെ, യോഹന്നാൻ 8:32. യോഹന്നാൻ 8:32. സോറി 8:32 അല്ല, ആണോ? 12:32. സോറി, 12:32.
മതി. എല്ലാവരും ഗ്യാരണ്ടി. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. എന്നാൽ ഒരു സംശയം, ഞാനോ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ടാൽ എന്ന് വെച്ചാൽ എന്താണ്? ക്രൂശിക്കപ്പെടലാണോ, സ്വർഗാരോഹണമാണോ, ഉയർത്തെഴുന്നേൽപ്പാണോ, നമ്മൾ കർത്താവിനെ ഉയർത്തുന്നതാണോ, എന്തുവാ? ഒരാൾ ക്രൂശുമരണമാണെന്ന് പറയുന്നു, വേറെ അഭിപ്രായങ്ങളുണ്ടോ? ഞാനോ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ടാൽ എന്താണ്? കാരണം ഒരു കാര്യം ഗ്യാരണ്ടിയാ, ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് വെച്ചാൽ ദൈവം പറയാണ്, ആ പോയിന്റിൽ അത് വർണ്ണിച്ചാൽ, അത് വെളിപ്പെടുത്തിയാൽ ആകർഷിക്കാത്തതായി ഈ ലോകത്തിൽ ഒരു മനുഷ്യനുമില്ല. അത് ദൈവം പറയുന്ന ഗ്യാരണ്ടിയാ. പക്ഷെ എന്റെ ചോദ്യം, ആ ഉയർത്തപ്പെടൽ എന്താ? ക്രൂശിലുള്ള ഉയർത്തൽ. വേറെ അഭിപ്രായമൊന്നുമില്ല. സാധാരണ ഞാനിത് ചോദിക്കുമ്പോൾ എല്ലാ അഭിപ്രായവും വരാറുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ അത്ര വിട്ട് കളിക്കുന്ന അല്ലെന്ന് തോന്നുന്നു. എന്റെ തൊട്ട് താഴെ അതിന്റെ ഉത്തരവുണ്ട്, ഒന്ന് വായിച്ചാട്ടെ, താഴോട്ട് വന്നാട്ടെ. അവൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു. ഏറെ 3 വാക്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിലുണ്ട്, നമ്മളിപ്പോൾ അത് വായിക്കുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ ലോകത്തിലെ സകല മാനവജാതിയിൽ എല്ലാവരെയും ആകർഷിക്കും എന്ന് എനിക്കുറപ്പുള്ള, ഞാൻ ക്ലെയിം ചെയ്യുന്ന എന്റെ സൗന്ദര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ ക്രൂശിലായിരിക്കും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ക്രൂശിനെ ഊന്നേണ്ട ആവശ്യം മനസ്സിലാവുന്നുണ്ടോ? ക്രൂശിനെ ഊന്നുമ്പോൾ ക്രിസ്തുവിന്റെ വ്യക്തിത്വമാ പുറത്തു വരേണ്ടത്. ആ രക്തം ചെയ്യുന്ന ക്രിയ നമ്മൾ ഊന്നാറുണ്ട്. എന്നാൽ രക്തം ചൊരിഞ്ഞ കർത്താവിന്റെ മനോഹരത്വം ഈ പാപി കാണണം. എന്നിട്ട് അവന്റെ രക്തത്തിൽ ആശ്രയിക്കണം. അവനെ കൂടാതെ അവന്റെ രക്തത്തിൽ ആശ്രയിച്ചാൽ കാര്യം നടന്നേക്കാം, എന്നാൽ ഹൃദയം പങ്കിട്ടൊന്നും വരില്ല. അവനിൽ ആകർഷിക്കപ്പെടണം. ഇത് മനസ്സിലായപ്പോൾ എനിക്ക് ഒന്നാമത് പിടികിട്ടിയ കാര്യം എന്ന് അറിയാമോ? ഇങ്ങനെ ഞാൻ സുവിശേഷം പറഞ്ഞിട്ടില്ല. രണ്ടാമത് പിടികിട്ടിയതെന്ന് അറിയാമോ? എനിക്കിങ്ങനെ സുവിശേഷം പറയാൻ അറിഞ്ഞുകൂടാ. ഒന്ന് ശ്രമിച്ചു നോക്കിക്കാൻ, അന്നേരം കാര്യം പിടികിട്ടും. പ്രയാസമാ, കാരണം നമുക്കത് പരിചയമില്ല. നമുക്ക് പരിചയം അറിയാമോ? ബെനിഫിറ്റ് കിട്ടുന്ന, രക്ഷിക്കപ്പെട്ടാൽ സ്വർഗം കിട്ടും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം, പിന്നെ ഭൂമിയിലും പരമസുഖം, കർത്താവ് കൂടെ ഉണ്ടല്ലോ. ഇത് പറയാനാണ് നമ്മുടെ ടെൻഡൻസി. പ്രിയമുള്ളവരെ, കർത്താവ് പറയുകയാണ്, ഞാനോ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. പ്രിയമുള്ളവരെ, ഞാൻ ക്രൂശിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ആകർഷിക്കപ്പെടാത്ത എത്രയോ പേരുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അവനെ പ്രസന്റ് ചെയ്തത് ശരിയായില്ല. ക്രൂശിന്റെ ഫോർമുലയാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്. ഫോർമുലയ്ക്ക് ജീവനില്ല പ്രിയമുള്ളവരെ. ഇത് പഴം കഴിച്ചാൽ പൊട്ടാസ്യം കിട്ടും, പക്ഷെ പഴത്തിന്റെ രുചി ആ കൂട്ടത്തിലുണ്ട്. ഈ പ്രഷറുകാർക്ക് കൊടുക്കുന്ന എന്താണെന്നറിയോ? പ്രഷറുകാർക്ക് കൊടുക്കുന്ന സാധനം എന്നറിയോ? പൊട്ടാസ്യത്തിന്റെ മരുന്നാണ് കൊടുക്കുന്നത്. പ്രഷർ കുറയാൻ പഴം കഴിച്ചാൽ മതി, അറിയാവോ? പൊട്ടാസ്യം വളരെ ഹൈ ആയിട്ടുള്ള 1-2 പഴങ്ങളാണ് പേരയ്ക്കയും പഴവും. വെറും പഴം, നമ്മുടെ ബനാന. അത് ഹൈ ഡോസിൽ കഴിച്ചാൽ BP-യുടെ മരുന്ന് കുറയ്ക്കാൻ വേണം, ഇല്ലാതുമാക്കാം. ഭയങ്കരമായിട്ട് പൊട്ടാസ്യമുള്ള സാധനമാണ്. എന്നാൽ ഈ ഗുളിക വായിലോട്ടിട്ട് കഴിക്കുമ്പോൾ ഒരു ഗുണവും ഇല്ല. പലപ്പോഴും ക്രൂശിൽ ആ കാണുന്ന രക്തം വെറും രക്തമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഈ മാക്രിയെ പഠിക്കുന്ന ബയോളജി സ്റ്റുഡൻസ് ഉണ്ട്. ഈ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് മാക്രിയെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അവർ മാക്രിയയിൽ ഒരു പാഡ വെച്ച് ഇങ്ങനെ ആണിയൊക്കെ കുത്തി, പിന്നെ അതിനെ നടുവെ കീറി അതിൻ്റെ ഹൃദയമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ മാക്രി ചത്തിരിക്കും. മാക്രിയെ പഠിച്ചു, പക്ഷെ എന്തു പറ്റി? മാക്രി ചത്തു. നമ്മൾ ദൈവവചനം പഠിച്ചു കഴിയുമ്പോൾ ഒരാൾ ചാകുന്നുണ്ട്. കാരണം നമ്മൾ അതിനെ പലപ്പോഴും എന്നോട് ആൾക്കാർ പറയാറുണ്ട്, ബ്രദറെ പ്രസംഗിച്ചാൽ പോയിന്റ് എഴുതാൻ പറ്റത്തില്ലെന്ന്. എന്തിനാ ഈ പോയിന്റ്? ഞാൻ ചോദിച്ചോട്ടെ, ഒരു ഭാര്യയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. പോയിന്റ് ഒന്നും കാണത്തില്ല. പക്ഷെങ്കിൽ ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ കുറിച്ച് 99% ഹൃദയത്തിൽ നിന്നും അങ്ങ് പറയും. പോയിന്റ് ഒന്നും വേണ്ട അവക്ക്. അതേപോലെ തന്നെ ഭർത്താവിനെ കുറിച്ചും, അത് കുറ്റം പറയാനാണേലും ഗുണം പറയാനാണേലും നോട്ട്സും പോയിന്റും ഒന്നും വേണ്ട. അവൻ പറയുന്നത് ഹൃദയത്തിൽ നിന്നാ. എന്നാൽ കർത്താവിനെ നമ്മൾ വെറും പോയിന്റ് ആക്കി, വെറും വിഷയമാക്കി തരം താഴ്ത്തിയോ എന്ന ഭയവും എനിക്കുണ്ട്. ഒരു വ്യക്തിബന്ധം, ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. പ്രിയമുള്ളവരെ, ക്രൂശിൽ
അവന്റെ മനോഹരത്വം ഒഴുകിയതുപോലെ വേറെ എങ്ങും ഒഴുകിയിട്ടില്ല എന്ന് അവൻ തന്നെ പറയുന്നു. അതാണ് അതിന്റെ സത്യം. എന്തിനധികം നമ്മൾ വെളിപ്പാട് 4-ാം അധ്യായം 5-ാം അധ്യായം ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് ദൂതന്മാർ, മൂപ്പന്മാർ, ഭൂമിയിലുള്ളവർ, ഭൂമിക്ക് കീഴിലുള്ളവർ എല്ലാവരും അവൻ അറുക്കപ്പെട്ടു എന്ന് പറഞ്ഞാണ് അവനെ ആരാധിക്കുന്നത്. നമുക്ക് ഏതാണ്ട് ഒരു ദിശ ലഭിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തു എന്ന ദിശ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചപ്പോൾ കർത്താവ് എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യം, ഒന്ന്, നീ ദരിദ്രൻ. ലവോദിക്ക സഭയോട് പറയുന്ന കാര്യം എനിക്ക് അപ്പോഴാണ് പിടികിട്ടുന്നേ. അയ്യോ, ശരിയാണല്ലോ, ഇതുവരെ എനിക്ക് എല്ലാ തിയോളജി അറിയായിരുന്നു, ഏത് ഉപദേശം ചോദിച്ചാലും അറിയാമായിരുന്നു. എന്നാൽ ദാരിദ്ര്യത്വത്തിനെ പിൻ പോയിന്റ് ചെയ്യുവാൻ, ദാരിദ്ര്യത്തിനെ ചൂണ്ടി തൊട്ട് കാണിക്കാൻ ഇടയായത് കർത്താവില്ലെന്നറിഞ്ഞപ്പോഴാണ്. കർത്താവിനെ കേന്ദ്രബിന്ദു ആക്കി അവന്റെ വ്യക്തിപ്രഭാവത്വം കാണത്തക്കവണ്ണം സുവിശേഷം പറയാൻ പോലും എനിക്ക് അറിയത്തില്ലെന്ന് അവൻ എന്നെ പഠിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നീ അന്ധൻ. പെട്ടെന്ന് ലവോദിക്ക സഭയോട് ചേരുവാൻ എനിക്ക് സാധിച്ചു. ഞാൻ പറഞ്ഞത്, ഞാൻ ധനികൻ, എനിക്കൊന്നിനും കുറവില്ല. ബ്രദറുകാരെ, വല്ല കുറവും ഉണ്ടോ നിനക്ക്? കുറവിനെ പിൻ പോയിന്റ് ചെയ്യാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ ഈ കാര്യം എത്രത്തോളം ഞെട്ടിച്ചിട്ടുണ്ടോ നിങ്ങളെന്ന്. ഒരു പുസ്തകമില്ല പോലും. ഇനി ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ അനേകരോട് ചോദിച്ചിട്ടുണ്ട്. അനേക ബുക്ക് സ്റ്റോളിൽ ചെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ ഇവിടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം കോട്ടയത്തിലെ ELS അവിടുത്തെ സഹോദരൻ എന്നോട് പറഞ്ഞ, ബ്രദറെ, അടുത്ത വർഷം വന്നോ, ഞാൻ ഒരെണ്ണം ഒപ്പിക്ക് വന്നു. അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുക. അപ്പോൾ നമ്മൾ ഇന്ന് എന്തോ പഠിച്ചേ? നമ്മൾ ആ ദിശ ശ്രമിക്കുകയായിരുന്നു. അത് സഭാ ബന്ധം അല്ലെങ്കിൽ യഹൂദ സമതം, മറ്റു മതങ്ങൾ, വിവാഹാലോചന, ആ ബന്ധത്തിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അബ്രഹാമിന്റെ ഈ സംഭവത്തിലുള്ള ബന്ധത്തിൽ നാം ശ്രമിക്കുകയായിരുന്നു. നമുക്കൊരു കാര്യം പിടികിട്ടി, ഇസ്ഹാക്ക് ഏറ്റവും കൂടുതൽ സുന്ദരനാകുന്നത് തന്റെ ജീവനെ ഒരു വൃദ്ധനായ പിതാവിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറായ ഈ പുരുഷൻ അതിനേക്കാട്ടിലും വലിയ ബന്ധമായിരിക്കുന്ന ഭാര്യപത്ര ബന്ധത്തിൽ എത്രയോ അധികം കൊടുക്കുമെന്ന് റിബേക്ക എന്ന പെൺകുട്ടിക്ക് നന്നായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് ചില കാര്യങ്ങളും കൂടെ നമുക്ക് തുറന്നു പഠിക്കാൻ കഴിയും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ ഭക്ഷണത്തിലുള്ള സമയമാണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അല്പം ഷോർട്ടായുണ്ട്. ഇന്നെല്ലാം അങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹകരിക്കണം. ഭക്ഷണത്തിനായിട്ട് പ്രായമുള്ളവരും അത്യാവശ്യം അതിനുവേണ്ടി പ്രയാസമുള്ളവരും ആദ്യമേ ഇരിക്കണം. ചെറുപ്പക്കാരൊന്ന് രണ്ടാമത്തെ ഭാഗത്തേക്ക് മാറി നിൽക്കണം. അങ്ങനെ സഹകരിക്കണം. അതുപോലെ തന്നെ കൈയെഴുകാനുള്ള സൗകര്യം ഇതിൻ്റെ ഇടതുഭാഗത്തുള്ള ആ പാസേജിലുണ്ട്. ടോയ്ലറ്റും ഈ ഭാഗത്തുണ്ട്. നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. ഷോമൽ പാപ്പിയെ അതിനായിട്ട് ക്ഷണിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്ന ദൈവദാസന്റെ മരണത്തിന്റെ അടുത്ത സമയങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും മറ്റു പ്രധാനപ്പെട്ടവരും അദ്ദേഹത്തോട് ചോദിച്ചു, ജോൺ ന്യൂട്ടൺ, നിങ്ങൾ മരിക്കുവാൻ പോകുന്നു. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഏതു നിലയിൽ മറ്റുള്ളവരോട് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അറിയപ്പെടണം? അദ്ദേഹം പറഞ്ഞു, ജോൺ ന്യൂട്ടനെ കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കരുതേ. മഹാപാപിയായിരുന്ന എന്നെ രക്ഷിച്ച ആ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കുക. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഇന്ന് നാം വളരെ വിലപ്പെട്ട, വളരെ ഘനമുള്ള, നമ്മുടെ ഹൃദയത്തെ പിടിച്ച് കുലുക്കുന്ന ഒരു വലിയ വിഷയമാണ് നാം കേട്ടത്. ഇന്ന് അനേകരെ പ്രാധാന്യം കൊടുക്കാതെ പലവിധമായ പ്രശംസ വിഷയങ്ങളിൽ പോകുമ്പോൾ ഈ ക്രിസ്തുവിനെ അറിയുകയും അവൻ്റെ മനോഹരത്വം കാണുകയും അവനിൽ സംതൃപ്തി കാണുകയും ചെയ്യുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. ബോംബെയിൽ നിന്ന് സഹോദരന്മാർ വന്ന് ആ വിഷയം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിൽ അനേക പ്രസംഗകരുണ്ട്, പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. വേറൊരു സഹോദരൻ PC മാത്യു തങ്കച്ചൻ ബോംബെയിൽ ചില ദിവസങ്ങൾ ഞാൻ ആ സഹോദരൻ്റെ കൂടെ ആയിരുന്നു. അവിടെയുള്ള ചില സഹോദരന്മാർക്ക് ഇങ്ങനെയുള്ള ഭാരവും കാഴ്ചപ്പാടും കർത്താവ് കൊടുത്തിരിക്കുന്നു. കേരളത്തിലെ നമുക്ക് ഓരോരുത്തർക്കും ഈ ക്രിസ്തുവിനെ അറിയാൻ, അവനെ രുചിച്ചറിയുവാൻ, അവൻ്റെ മനോഹരത്വം കാണുവാൻ, സ്വർഗത്തിൻ്റെ പ്രമോദ വിഷയം, സഭയുടെ സഭാകാന്തൻ, മനോഹര രൂപി, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ
ഈ ക്രിസ്തുവിന്റെ മനോഹരത്വവും ദിവത്വവും പ്രസംഗിച്ചു. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇവനിന്നും ഒരു മഹാപുരുഷൻ, അത്ഭുത രൂപി, നമ്മുടെ ആത്മരക്ഷകൻ, നമ്മുടെ കർത്താവെ, അവനെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. അവനാട്ടെ നമ്മുടെ പ്രശംസ, നമ്മുടെ പാട്ട്. അവനാട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ നാഡി നരമ്പുകളുടെ ആവശ്യവും ആഗ്രഹവും താല്പര്യവും. ഓരോ ദിവസവും അവനെ നമുക്ക് അന്വേഷിച്ച് അവനിൽ സംതൃപ്തരായി അവന്റെ ദിവ്യ സ്വഭാവം നമ്മളുടെ ജീവിതങ്ങളിൽ കൂടെ രൂപപ്പെട്ട് അനേകരിലേക്ക് ആ ജീവൻ കടന്നു ചെല്ലുവാൻ കർത്താവ് നമ്മെ ഉപയോഗിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, തിരുനാമത്തിന് സ്തോത്രം. നിലമ്പൂരുള്ള ദൈവസഭയിലെ സഹോദരങ്ങൾ ചേർന്ന് ഇങ്ങനെ കൂട്ടിത്തന്ന ഈ നല്ല ആത്മിക കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. ബോംബെയിൽ നിന്ന് ഞങ്ങളുടെ കർത്താവെ, നിന്റെ ദാസന്മാരെ ക്ഷേമത്തോടെ കൊണ്ടുവന്നു. ഈ 2 ദിവസം ഇങ്ങനെ നല്ല ആത്മികമായ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചവനും ഞങ്ങൾക്ക് വേണ്ടി സകലവും ഏൽപ്പിച്ചെന്ന ആ കർത്താവിന്റെ മഹത്വവും മനോഹരത്വവും മനസ്സിലാക്കി ഞങ്ങളെ തന്നെ ഒന്നുമില്ല എന്നെണ്ണി അവന്റെ പാദസേവ ചെയ്യത്തക്ക നിലയിൽ ദൈവനത്തെ രൂപപ്പെടുത്തി ഈ അന്ത്യനാളുകളിൽ തരുന്ന ഈ ചലഞ്ചിനായി വെല്ലുവിളിക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ ക്രിസ്തുവിന്റെ മഹത്വം കാണുമ്പോൾ ഞങ്ങൾ ഒന്നുമില്ല, നിന്നെ ശുശ്രൂഷിപ്പാൻ, നിന്റെ പാദസേവ ചെയ്യുവാൻ, സുവിശേഷത്തിന്റെ സാക്ഷികളാകുവാൻ, അങ്ങയുടെ മനോഹരത്വം പ്രസംഗിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഇടയാക്കിക്കാട്ടെ. ഞങ്ങളുടെ അറിവ്, ഞങ്ങളുടെ ഈ യോഗ്യതകളെ, മഹത്വങ്ങളൊക്കെയും താണെ ചവിട്ടുകൊട്ടയിലേക്ക് പോവുകയും ക്രിസ്തു ഞങ്ങളിൽ എല്ലാ നിലയിലും ധാരാളമായി വാണെ ഞങ്ങൾക്കൂടെ മഹത്വം ഉണ്ടാകുവാൻ കർത്താവ് സാധിക്കണമേ. ഈ മലപ്പുറത്തുള്ള ദൈവസഭകൾക്കായിട്ട്, സുവിശേഷകന്മാർക്കായിട്ട്, വിശ്വാസികൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളിവിടെ കൂടി വന്ന് ആയിരിക്കുന്ന ഈ 2 ദിവസത്തെ കൂട്ടായ്മ ആ നിലയിൽ ഞങ്ങൾക്ക് പ്രയോജനവും ക്രിസ്തുവിനെ പ്രതിബിംബിപ്പിക്കുന്നവരുമായി തീരുവാൻ ആ വലിയ വാഞ്ച ഞങ്ങളിൽ തന്നെ ഞങ്ങളെ പ്രയോജനപ്പെടുത്തണമേ. എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം. ഞങ്ങൾ തുറന്നു നിന്റെ സന്നിധിയിലിരിക്കട്ടെ. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാനും ഞങ്ങൾ കൂടെ കർത്താവ് ഉയർത്തപ്പെടുവാൻ ഇടയാക്കണമേ. മഹത്വത്തിനായി തീർത്താട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനായി വീണ്ടും സ്തോത്രം. ഞങ്ങളെ കരുതിനായി, സന്ദർശിച്ചതിനായി, വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം. മഹത്വമെല്ലാം അവിടുത്തേക്ക് തരുന്നു. ക്രിസ്തു യേശുവിന്റെ വലിയ നാമത്തിലാകിയാൽ ഇവയും കേൾക്കുമാറാകണമേ. ആമേൻ.